പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ആഹാരമായി തീർന്ന കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുന്നതിനും നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് നൽകിയതിനെ ധ്യാനിക്കുന്നതിനും ആ ധ്യാനിക്കുന്നത് ആയിത്തീരുന്നതിനും തരുന്ന അവസരത്തിന് നന്ദിയോടെ സ്തോത്രം. ഓരോ നിമിഷവും വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി. ദൈവമായ കർത്താവേ, വിശുദ്ധ കുർബാന പരസ്പരമുള്ള നൽകൽ കൂടിയാണല്ലോ. നിന്നെ നീ ഞങ്ങൾക്ക് നൽകിയപ്പോൾ ഞങ്ങൾ നിനക്ക് തിരിച്ച് നൽകുന്നതിൻ്റെ അടയാളം കൂടിയാണല്ലോ. ഓരോ കുർബാനയും ഞങ്ങളെ തന്നെ നൽകുന്ന അനുഭവമാക്കി മാറ്റണമേ. കുർബാനയായി ജീവിപ്പാൻ അനുഷ്ഠിക്കുന്ന പങ്കെടുക്കുന്ന ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഈ സഭയ്ക്കായി ഭദ്രാസനത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ഭദ്രാസനമായി വിശുദ്ധ കുർബാനയെ ധ്യാനിക്കുന്നതിന് നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ ഈ കഴിഞ്ഞൊരു വർഷത്തെ മുഴുവൻ ധ്യാനവും ഞങ്ങൾ എങ്ങനെയായിത്തീരണം എന്നുള്ളതിൻ്റെ അടയാളമായി, എന്നുള്ളതിൻ്റെ വെല്ലുവിളിയായി തീരണമേ. അഭിനന്ദ തിരുമേനിക്കായി സ്തോത്രം. തിരുമേനിയോട് ലഭിക്കുന്ന നല്ല നേതൃത്വത്തിനായി സ്തുതി. ഈ കൺവെൻഷനിൽ നിൻ്റെ കൃപ കൂടെ ഉണ്ടാകണം. പ്രത്യേകാൽ കർത്താവേ, റിന്യൂവൽ കോൺഫറൻസിൻ്റെ ദിവസങ്ങളിൽ നിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ എല്ലാം നീ സഹായിക്കണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയെ കേൾക്കണമേ. ആമേൻ. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള അഭിവന്ധ്യ ഡോക്ടർ തോമസ് മാർ തിത്തോസ് തിരുമേനി, പ്രിയപ്പെട്ട മൂത്തി വർക്കിയച്ഛൻ, ബഹുമാനമുള്ള സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. കൊട്ടാരക്കര കൺവെൻഷൻ്റെ ഈ റിന്യൂവൽ കോൺഫറൻസിൽ ഈ വർഷം ഭാഗമാകുന്നതിന് ദൈവം എനിക്ക് നൽകിയ ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നു. ഇതൊരു വലിയ ഭാഗ്യമായി, ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. കാരണമുണ്ട്. ഈ ഒരു അവസരം എനിക്ക് നൽകിയത് ഈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്ധ്യ തിത്തോസ് തിരുമേനിയാണ്. ഈ ഒരു ശുശ്രൂഷയിൽ ഈ 3 ദിവസം ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നതിന് ഈ വലിയൊരു ഭാഗ്യം നൽകിയതിന്, പദവി നൽകിയതിന്, എന്നെ യോഗ്യനായി എണ്ണിയതിന് പ്രിയ തിരുമേനിയോടുള്ള നന്ദി ആദ്യമേ അറിയിക്കട്ടെ. തിരുമേനിക്ക് വേണ്ടി എന്നെ വിളിച്ചത് പ്രിയപ്പെട്ട ഭദ്രാസന സെക്രട്ടറി ശിബുവച്ചനാണ്. തിരുമേനിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ബെന്നിയച്ചനും എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. പ്രിയ അച്ഛന്മാരിൽ ലഭിക്കുന്ന നല്ല സ്നേഹത്തിന്, സഹോദര്യത്തിന് നന്ദി. പ്രിയപ്പെട്ട മൂത്തിയച്ഛനാണല്ലോ ഇതിൻ്റെ ചെയർമാൻ, ഈ റിന്യൂവൽ കോൺഫറൻസിൻ്റെ ചെയർമാൻ. എൻ്റെ ഗുരു കൂടിയാണ്, ഒരുമിച്ച് പഠിച്ചവരുമാണ്. ഒരുമിച്ച് പഠിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛൻ ഒരേ ക്ലാസ്സിൽ പഠിച്ചു എന്നുള്ളതല്ല. ഞാൻ അച്ഛനാകാൻ പഠിക്കുമ്പോൾ അച്ഛനായതിനു ശേഷം കുറച്ചുകൂടെ പഠിക്കണമെന്ന് പറഞ്ഞ് MDHന് വന്നപ്പോൾ ഒരേ സമയത്ത് പഠിച്ചവരാണ്. അച്ഛൻ കുറച്ചുകൂടെ ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ അങ്ങ് പഠിച്ചു പോയി അച്ഛൻ പിന്നീട് വന്ന് എന്നെ പഠിപ്പിച്ച ആൾ കൂടിയാണ്. പ്രിയപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യത്തിനും വളരെ സന്തോഷം, നന്ദി. കൊട്ടാരക്കര കൺവെൻഷൻ, 68ാമത് കൊട്ടാരക്കര കൺവെൻഷൻ, അതിൻ്റെ അതിൻ്റെ കൂടെ ഭാഗമാകുന്നതിന് ദൈവം എനിക്ക് നൽകിയ പദവിക്ക് സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, കാരണമുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഒരു കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ മാതൃ ഇടവകയിലെ കൺവെൻഷനാണ്. അത് കമ്പങ്കോട് ഇടവകയാണ്. വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഒരേ ഭദ്രാസനത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു കൺവെൻഷൻ എന്നുള്ളത് ഓർമ്മയിൽ വരുന്നത്, രണ്ടാമത് ഓർമ്മയിൽ വരുന്നത് കൊട്ടാരക്കര കൺവെൻഷനാണ്. അത് ഏകദേശം 40ഓളം വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളാണ്. എൻ്റെ മാതാവിനോടൊത്തൊരുമിച്ച് ഇങ്ങനെ വന്ന് പഴയ പന്തലിൽ മുമ്പിൽ വന്നിരുന്ന ഓർമ്മകളാണ് ഈ കൺവെൻഷൻ്റെ ഓർമ്മകൾ മനസ്സിലേക്ക് എത്തുന്നത്. ഭാഷാന്തരം ചെയ്യുന്ന പ്രസംഗമൊക്കെ കേൾക്കുകയും അതൊക്കെ ഇങ്ങനെ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അതൊക്കെ ഇങ്ങനെ കേട്ട് അതിനെയൊക്കെ വളരെ അത്ഭുതത്തോടെ നോക്കി നിന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്.
പിന്നീട് സൺഡേ സ്കൂളിലും യുവജന സഖ്യത്തിലുമൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു കൊട്ടാരക്കര കൺവെൻഷൻ. പ്രത്യേകിച്ച് യുവജന സഖ്യ കാലത്തിലൊക്കെ ഈ ഭദ്രാസനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൺവെൻഷനിലെ ദിവസങ്ങളിലൊക്കെ പങ്കെടുത്തത് ഓർക്കുന്നു. പല മുഖങ്ങളും പരിചിതമാണ്, നിങ്ങൾക്ക് പലർക്കും എന്നെയും പരിചിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൺവെൻഷൻ്റെ ഭാഗമായി നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ഭാഗ്യമായി കണക്കാക്കുന്നത്. ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരു റിപ്പബ്ലിക് ദിന ആശംസകളോടെ നൽകട്ടെ. നമ്മുടെ ഭാരതം റിപ്പബ്ലിക് ആയതിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ഈ ദിനത്തിൽ നമുക്കൊരുമിച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, കർത്താവ് നൽകിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അതിൻ്റെ അനുഭവമായ വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പഠിക്കുവാൻ ലഭിക്കുന്ന ഈ ഭാഗ്യത്തിന്, ഈ ഒരു അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാവശ്യം ഈ ലൈവ് ടെലികാസ്റ്റ് ഉണ്ട് എന്ന് അച്ഛൻ എന്നെ ഓർപ്പിച്ചിരുന്നു, മുത്തിയച്ഛൻ വിളിച്ചപ്പോൾ ഓർപ്പിച്ചിരുന്നു. ഈ ലൈവ് ടെലികാസ്റ്റ് ഉള്ളതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അത് നോക്കണം. കാരണം പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ പിശക് വരാൻ സാധ്യതയുണ്ടോ, പൊളിറ്റിക്കലി കറക്റ്റാണോ എന്ന് നോക്കുന്നൊരു ലോകമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചാകുമ്പോൾ അത് സഭയുടെ ഒരു പഠിപ്പിക്കലാണ്, ഒരു ഡോക്ട്രിനൽ കറക്റ്റ്നെസ് കൂടെ ഉണ്ടോ, സഭയുടെ പഠിപ്പിക്കലുകളിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നും ചിന്തിക്കണം. പിന്നെ ഈ ലൈവ് ഉള്ളപ്പോഴാണല്ലോ കുറച്ച് വൈറലാകാനൊക്കെ പറ്റുന്നത്. അപ്പോൾ വൈറലാകണമെന്നുള്ളൊരാഗ്രഹം മൂത്തിയച്ഛന് മാത്രം പോരല്ലോ, നമുക്കും വേണമല്ലോ. എന്നാൽ എയറിലാകരുത് എന്നൊരു പേടി കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് നിർഗളമായി ഇങ്ങനെ ഒഴുകുന്നതാണ്. പക്ഷേ നിർഗളമായ ഒഴുക്കിന് എവിടെയെങ്കിലും തടസ്സം നേരിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിന് കാരണം ഈ മുമ്പിൽ ഇരിക്കുന്ന ക്യാമറയാണ്. കാരണം ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതാണ്. പോട്ടെ, എങ്കിലും വളരെ ഒത്തിരി ആളുകൾക്കിത് കേൾക്കാൻ പറ്റുന്നതാണല്ലോ, അത് വളരെ സന്തോഷമാണ്. വിഷയം നമ്മൾ കഴിഞ്ഞൊരു വർഷം മുഴുവൻ പഠിക്കുന്ന വിഷയമാണ്. വിശുദ്ധ കുർബാന അനുരഞ്ജനത്തിൻ്റെ ആഘോഷം എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ കുർബാന അനുരഞ്ജനത്തിൻ്റെ ആഘോഷം, സെലിബ്രേഷൻ ഓഫ് റിക്കൺസിലിയേഷൻ. കഴിഞ്ഞൊരു വർഷം മുഴുവൻ ഇത് പഠിച്ചതാണ്. തിരുമേനിയുടെ പല പ്രസംഗങ്ങളും ഞാൻ ലൈവ് വായൊക്കെ കേട്ടതാണ്. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണെന്ന് തിരുമേനി പല പ്രാവശ്യം പറഞ്ഞത് കേട്ടു. ഈ വർഷം നമ്മെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ഒരു ഭദ്രാസനത്തിൽ ഈ ഒരു തീം, ഈ ഒരു ചിന്ത പഠിക്കുന്നതിലൂടെ വെറുതെ പഠിച്ചു വിടാനല്ല, തിരുമേനി ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ വി ആർ വാട്ട് വി ആർ മെഡിറ്റേറ്റിംഗ്. നമ്മൾ ധ്യാനിക്കുന്നതാണ് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മളായി തീരുവാൻ, അതിനുവേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. വിഷയം കഴിഞ്ഞൊരു വർഷം മുഴുവൻ പഠിച്ചു. കഴിഞ്ഞൊരു മാസം മുഴുവൻ എനിക്ക് എൻ്റെ ചിന്ത ഈ ഞായറാഴ്ചകളിലെ പ്രസംഗമൊക്കെ വിശുദ്ധ കുർബാനയെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എന്ത് പറയണം, കാരണം നിങ്ങളെല്ലാം കേട്ടവരാണ്, ഇതിൻ്റെ പല വശങ്ങൾ കേട്ടവരാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പലപ്പോഴും ഞങ്ങളുടെ അച്ഛന്മാർ പണ്ട് പറഞ്ഞതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിനപ്പുറത്തേക്കൊന്നും പറയാൻ എനിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. 3 ദിവസം പറയുകയും വേണം. അപ്പോൾ 3 ദിവസം പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറി വന്നേക്കാം, റെപ്പറ്റീഷൻസൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ ഈ 3 ദിവസത്തെ നമ്മളുടെ ധ്യാനത്തിനായി, നമ്മളുടെ പഠനത്തിനായി 3 രീതിയിൽ ഈ വിശുദ്ധ കുർബാനയെ കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആഹാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയും ആഹാരവും എന്നൊരു ചിന്തയാണ്. നാളെ വിശുദ്ധ കുർബാനയും സമയവും എന്നൊരു ചിന്തയെക്കുറിച്ച് പഠിക്കാം, ധ്യാനിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. 3-മത് വിശുദ്ധ കുർബാനയും സ്ഥലവും ശരീരവും എന്ന ചിന്തയെക്കുറിച്ച്. നമ്മൾ എന്ത് കഴിക്കുന്നു, നമ്മൾ എപ്പോൾ കഴിക്കുന്നു, നമ്മൾ എവിടെ വെച്ച് കഴിക്കുന്നു, ഈ 3 ചിന്തകൾ ധ്യാനത്തിന് ഈ 3 ദിവസം എടുക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ധ്യാനത്തിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന തലക്കെട്ട് വിശുദ്ധ കുർബാനയും അപ്പത്തിൻ്റെ രാഷ്ട്രീയവും എന്നാണ്. വിശുദ്ധ കുർബാനയും അപ്പത്തിൻ്റെ രാഷ്ട്രീയവും, ആഹാരത്തിൻ്റെ ഒരു കൗതാശികമായ മാനം. നിങ്ങൾക്കത് കാണാം എന്നാണ് എൻ്റെ ചിന്ത. ആദ്യമായി ഈ വർഷം ഈ ഒരു ഡിജിറ്റൽ വോളൂടെ ഉള്ളതുകൊണ്ട് പറയുന്നത് പലതും അവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാണാം എന്നാണ് എൻ്റെ ചിന്ത. ഫ്രം ഗാർഡൻ ടു ടേബിൾ, ഹോളി കുർബാന ആൻഡ് ഫുഡ്. നമ്മൾ എന്ത് കഴിക്കുന്നു, തിരുമേനി തുടങ്ങിയത് നമ്മൾ ധ്യാനിക്കുന്നതാണ്. നമ്മൾ വി ആർ വാട്ട് വി ആർ മെഡിറ്റേറ്റിംഗ്. അത് തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. വി ആർ വാട്ട് വി ആർ ഈറ്റിംഗ്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ. ഈ ആഹാരം കഴിക്കുന്ന ജീവികളായി, അല്ലെങ്കിൽ ആഹാരം കഴിക്കേണ്ട ജീവികളായി ജീവജാലങ്ങളെ ദൈവം എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? നമ്മൾക്ക് എന്തുകൊണ്ടാണ് ആഹാരം കഴിക്കേണ്ടി വരുന്നത്?
ആഹാരം കഴിക്കാതെ തന്നെ ഒരു പക്ഷേ വായുവിൽ നിന്ന് ഈ ഊർജം വലിച്ചെടുത്ത് ജീവിക്കുവാൻ പറ്റുന്ന ജീവികളായി നമ്മെ സൃഷ്ടിച്ചുകൂടായിരുന്നു? എന്തുകൊണ്ടാണ് ആഹാരം കഴിക്കുവാൻ നമ്മെ ദൈവം ഈ ലോകത്തിലാക്കി വെച്ചത്? എന്തുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ ജീവിതം, തൻ്റെ ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ആഹാരം നൽകിക്കൊണ്ട് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് പറഞ്ഞത്? ഈ ആഹാരം നൽകിയിട്ടാണല്ലോ ക്രിസ്തു കുരിശിലേക്ക് പോയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുന്നത്? ഒന്ന്, എന്തുകൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടി വരുന്ന ജീവികളായി ദൈവം സൃഷ്ടിച്ചത്? രണ്ട്, എന്തുകൊണ്ടാണ് ആഹാരം നൽകിക്കൊണ്ട് ക്രിസ്തു കുരിശിലേക്ക് പോയത്? ഒരുപക്ഷെ മനുഷ്യനെ സ്വയം പര്യാപ്തമായ ജീവികളായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. മറിച്ച് നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ മറ്റ് ചിലതിനോട്, പ്രകൃതിയോട് നമ്മൾ എന്തൊക്കെ കഴിക്കുന്നോ അതിനോടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ജീവികളായി മാറും. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ എന്തിനോടൊക്കെയാണ് ബന്ധപ്പെടുന്നത്? മണ്ണിനോട്, കർഷകനോട്, മൃഗങ്ങളോട്, ഒടുവിൽ അതിനേക്കാളൊക്കെ അപ്പുറം ഇതൊക്കെ തന്ന ദൈവത്തോടുള്ള ഒരു ജൈവ ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, ഈറ്റിംഗ് ആസ് കമ്മ്യൂണിയൻ വിത്ത് ക്രിയേഷൻ. ഈറ്റിംഗ് ആസ് കമ്മ്യൂണിയൻ വിത്ത് ക്രിയേഷൻ. ആഹാരം എന്നത് സൃഷ്ടിയോടുള്ള ഒരു ജൈവ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാണ്. വിശുദ്ധ കുർബാന അത് തന്നെയാണല്ലോ. ദൈവത്തോടൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് വിശുദ്ധ കുർബാന. ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ഒരു ഫുഡ് വെബ് എന്ന് പറയാറുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന വല പോലെയാണ് ജീവികൾ മുഴുവൻ, ഭൂമി മുഴുവൻ, പ്രകൃതി മുഴുവൻ. ആഹാരം നമ്മളെ ആ ഒരു കണ്ണിയുടെ അല്ലെങ്കിൽ ആ ഒരു വലയുടെ ഭാഗമാക്കി മാറ്റുകയാണ്. ക്രൂശീകരണത്തിന് മുമ്പ് എന്തുകൊണ്ടായിരിക്കാം ക്രിസ്തു അപ്പം കൊടുത്തിട്ട് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞു പോയത്? അതിനും കാരണം, ഒരു ദിവസം കുറഞ്ഞത് 3 നേരമെങ്കിലും, തീർച്ചയായിട്ടും അതില്ലാത്ത ആളുകളുണ്ട്, എങ്കിൽ പോലും സാധാരണ മനുഷ്യരൊക്കെ കുറഞ്ഞതൊരു 3 നേരമെങ്കിലും നമ്മൾ ആഹാരത്തിൻ്റെ മുൻപിലെത്തും. അപ്പോൾ 3 നേരമെങ്കിലും ആഹാരത്തിൻ്റെ മുൻപിലെത്തുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഈ ക്രിസ്തുവിനെയാണ്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞ് ആഹാരം നൽകിയെങ്കിൽ, ഓരോ ആഹാരവും ഓരോ നുള്ളും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ക്രിസ്തുവിനെയാണ്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. മറ്റൊന്ന്, ദൈവം ആഹാരമായി മാറുന്നു. ഗോഡ് ബിക്കംസ് എഡിബിൾ. ദൈവം ആഹാരമായി മാറുന്നതാണ് കുർബാന. മനോഹരമായൊരു ചിന്തയും ഒരു ധ്യാനവുമാണ് ഈ ദൈവം ആഹാരമായി മാറുന്നു എന്ന് പറയും, നമ്മുടെ ഭാഗമായി മാറുകയാണ്. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു സർവേ നടത്തിയത്, മനുഷ്യൻ കേൾക്കാൻ ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. 2, ഐ ഫോർഗിവ് യു, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്. 3, സപ്പർ ഈസ് റെഡി, ഫുഡ് ഈസ് റെഡി എന്നാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ആഹാരം റെഡിയാണ്, കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറയുന്നതാണ്. ഈ 3 കാര്യങ്ങളാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ളത്. ക്രിസ്തു തൻ്റെ വിശുദ്ധ കുർബാന നമുക്ക് നൽകുമ്പോൾ ഈ 3 കാര്യങ്ങളും അതിലുണ്ട്. ദൈവം നമ്മെ സ്നേഹിക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണല്ലോ കുർബാന. ആ ഭക്ഷണം ആ സ്നേഹത്തിൻ്റെ അടയാളമാണ്. അടയാളം സ്നേഹത്തിൻ്റെ മാത്രമല്ല, അത് ക്ഷമയുടെ അടയാളം കൂടിയാണ്. താഴേക്ക് നമ്മൾ വരുന്നുണ്ട്. നമ്മൾ ക്ഷമ കിട്ടിയവരാണ് എന്ന് ഓർപ്പിക്കുന്നതാണ്. 3, ആഹാരം കഴിച്ചിട്ടേ പോകാവൂ എന്ന് ക്രിസ്തു പറയുന്നത് കൂടിയാണ്. ഫുഡ് ഈസ് റെഡി, ആഹാരം കഴിച്ചിട്ടേ പോകാവൂ. ക്രിസ്തുവിനെ പോലെ ഈ ആഹാരത്തെ ഇത്രത്തോളം പ്രാധാന്യത്തോടെ കണ്ട മറ്റൊരാൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറ്റവും അതുതന്നെയായിരുന്നല്ലോ, അവൻ ആഹാരം കഴിക്കുന്നവനായിരുന്നു എന്നാണ്. പാപികളോടുകൂടി ആഹാരം കഴിക്കുന്നു, ഭക്ഷണത്തിനിരിക്കുന്നു, അവൻ അതിഭക്ഷകനാണ്. ഹി വാസ് എ ഗ്ലട്ടൺ എന്ന് പറയുമായിരുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വരുന്നു. അത് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന ഒരു ചിന്തയാണ് ഈ ആഹാരം കഴിക്കുക എന്ന് പറയുന്നത്. ഈ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പിക്ചർ പലപ്പോഴും ഈ ഏറ്റവും സുന്ദരമായൊരു പിക്ചർ എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായങ്ങളാണ്. 21-ാം അധ്യായം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്ചറാണ്. ഞാൻ പലപ്പോഴും ഈ പിക്ചറൈസ് ചെയ്ത് നോക്കാറുണ്ട്. ക്രിസ്തു ഈ തിബരിയാസിൻ്റെ കടൽക്കരയിലിരുന്ന് ഇങ്ങനെ ആഹാരം കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ, പ്രാതൽ റെഡിയാണ്, കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറയുന്നൊരു ഭാഗം.
എന്ത് മനോഹരമായൊരു പിക്ചറാണത്. ഒരു കുർബാനയാണ്. ഗലീലിയുടെ കടൽ തീരത്തിൽ ക്രിസ്തു ശിഷ്യന്മാരുമായി അർപ്പിക്കുന്ന ഒരു കുർബാനയാണ് കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറയുന്നത്. അവിടെ ആഹാരമുണ്ട്, അത്ഭുതമുണ്ട്, നിങ്ങൾ ഒരു ദൗത്യം കൂടിയുണ്ട്. നിങ്ങൾ പത്രോസിന് കൊടുക്കുന്നത് പോലെ നീ ലോകത്തെ സ്നേഹിക്കണമെന്ന് പറയുന്ന ദൗത്യം. മീൽ, മിറക്കിൾ ആൻഡ് മിഷൻ. വിശുദ്ധ കുർബാനയിൽ ഇത് മൂന്നുമുണ്ട്: മീൽ, മിറക്കിൾ ആൻഡ് മിഷൻ. ആഹാരമുണ്ട്, അത്ഭുതമുണ്ട്, ദൗത്യമുണ്ട്. മുന്നോട്ട് പോകട്ടെ. ആഹാരത്തെക്കുറിച്ച് മനോഹരമായൊരു ഒരു 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 കൊട്ടേഷനോട് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. അത് നോർമൻ വിഴ്സ്ബ എന്ന് പറയുന്ന ഒരു തിയോളജിയൻ പറഞ്ഞൊരു ചിന്തയാണ്. നിങ്ങൾക്കത് ഇതിൽ കാണാം. Food is a holy and humbling mystery. Food is about the relationships that join us to the earth, fellow creatures, loved ones and guests, and ultimately to God. To eat is to see, smell, touch and taste God provisioning care. To see what is most beautiful, to hear what is most harmonious, to smell what is most fragrant, to taste what is most sweet, and to embrace what is most delightful. ആഹാരം ഒരു വിശുദ്ധ അനുഭവമാണ്. നമ്മെ വിനയത്തിലേക്ക് നയിക്കുന്ന രഹസ്യമാണ്. ആഹാരം വഴി നമ്മൾ ഭൂമിയോടും മറ്റുള്ള ജീവികളോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും നമ്മെ സമീപിക്കുന്ന അതിഥികളോടും ഒടുവിൽ ദൈവത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലിനെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നത് പോലെയാണ്. നല്ലത് കാണുക, സത്യമായത് കേൾക്കുക, സുഗന്ധം അനുഭവിക്കുക, ഏറ്റവും മധുരമായത് രുചിക്കുക, ആനന്ദമായത് സ്വീകരിക്കുക. ഇതാണ് കുർബാന. ഇത് തന്നെയാണ് കുർബാന. ഇതാണ് ആഹാരവും ഇതാണ് കുർബാനയും. അങ്ങനെയെങ്കിൽ ഓരോ ആഹാരവും ഓരോ കുർബാനയാണ്. നമ്മൾ ഓരോ ആഹാരവും നമ്മൾ സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈ സൃഷ്ടിയെ മുറുക്കുകയാണ്. ഇങ്ങനെ പറയാറുണ്ട്, ആഹാരം ജീവനും മരണവും ഒരേപോലെ നൽകുന്നതാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു മരണവും കൂടെ നടക്കുന്നുണ്ട്. അനേക ജീവജാലങ്ങളുടെ, ഒരു കൊച്ചു സൂക്ഷ്മജീവികളുടെ ഒക്കെ മരണം നടക്കുന്നുണ്ട്. ഒരു മരണം നടക്കുന്നുവെങ്കിൽ മാത്രമേ അപ്പുറത്തൊരു ജീവൻ സാധ്യമാകുകയുള്ളൂ. ആഹാരം കുർബാനയും അത് തന്നെയാണല്ലോ. ക്രിസ്തു തന്നെ മുറിച്ച് മുറിക്കുവാൻ തയ്യാറായതുകൊണ്ട്, ആ മുറിവിലൂടെ ഒരു മരണമുള്ളത് കൊണ്ട്, ആ മരണത്തിലൂടെ ഒരു ജീവൻ നൽകുന്നതാണ് കുർബാന. അങ്ങനെയെങ്കിൽ ആഹാരത്തിൽ ഒരു ജീവനുമുണ്ട്, മരണവുമുണ്ട്. ഒന്നില്ലാതാകുമ്പോഴാണ് മറ്റൊന്നിന് ജീവനുണ്ടാകുന്നത്. ഒന്നില്ലാതാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതില്ലാതായി പോകുന്നു എന്നുള്ളതല്ല. അത് മറ്റൊരു തരത്തിൽ മറ്റൊരു ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. ക്രിസ്തു മുറിച്ച് മരിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്തു ഇല്ലാതായി എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ക്രിസ്തു കുർബാനയിലൂടെ നമ്മുടെ ഭാഗമായി മാറുകയാണ്, നമ്മളായി മാറുകയാണ്. ഇനി ഓരോ കുർബാനയ്ക്കും ശേഷം നമ്മളല്ല ജീവിക്കുന്നത്, നമ്മിൽ പിന്നെ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് വേണ്ടി മറ്റൊന്ന് മുറിക്കപ്പെട്ടത് കൊണ്ടാണ് നാം ജീവിക്കുന്നത്. അത് ക്രിസ്തുവാണ്. കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ശരീരം നമുക്ക് വേണ്ടി മുറിച്ച് നൽകപ്പെട്ടതാണ്. മുന്നോട്ട് പോകട്ടെ. ഭക്ഷണം അതൊരു ഓർമ്മയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? ഭക്ഷണം ഒരു ഓർമ്മയാണ്. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ പലതും ഓർമ്മിപ്പിക്കാറുണ്ട്. ഒരുപക്ഷേ ഈ നമ്മുടെ ഒരു നല്ല പൊതിച്ചോറ് നമ്മൾ കഴിക്കുമ്പോൾ പഴയ നമ്മുടെ കാലങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മുടെ സ്കൂൾ പഠനകാലങ്ങൾ ഓർമ്മിപ്പിക്കാറുണ്ട്. അതിനൊക്കെ അപ്പുറമായി ആ പൊതിച്ചോറ് കെട്ടി നൽകുന്ന നമ്മുടെ മാതാപിതാക്കളെ, അമ്മയെ ഒക്കെ നമ്മൾ ഓർമ്മിക്കാറുണ്ട്. ആ രുചി ചിലപ്പോൾ ഒരൊറ്റ രുചി മതിയാകും നമ്മളിൽ നിന്ന് വിട്ടുപോയവരെയൊക്കെ ഓർമ്മിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർമ്മിക്കാൻ ഒരു ചെറിയ രുചി മതി. അപ്പോൾ ഭക്ഷണം ഒരു ഓർമ്മയാണ്. കുർബാന ഒരു ഓർമ്മയാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഭക്ഷണം ഒരു ഓർമ്മയാണ്. ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും അതും ഒരു ദൈവശാസ്ത്ര അനുഭവം കൂടിയാണ്, ഒരു ദൈവാനുഭവം കൂടിയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ സമയമില്ല എന്നുള്ളതാണ്. ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന അനുഭവം അതും ഒരു ദൈവാനുഭവമാണ്, അല്ലേ? ഈ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ വെറുതെ വാരി വലിച്ച് കഴിക്കുകയല്ല, മറിച്ച് അത് കഴിക്കുന്നവർ തമ്മിൽ ഒരു വലിയ ബന്ധത്തിലേക്ക്, നമ്മുടെ അനുഭവങ്ങളുടെ പങ്കിടൽ, നമ്മുടെ വേദനകളുടെ പങ്കിടൽ. അതുകൊണ്ടാണ് ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആഹാരം കുർബാന അല്ലെങ്കിൽ ആദ്യ സഭയോട് പറയുന്നത്, കഴിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെയും കൂടെ ചേർത്ത് വെച്ച് വേണം കഴിക്കാൻ. അവരെ മറന്നുകൊണ്ടുള്ള ഭക്ഷണം അത് കുർബാനയല്ല. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് പോലും ഒരു കുർബാനയാണ്.
ഞാൻ ഈ ഇന്ത്യക്ക് പുറത്തൊരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്തതാണ്. അവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ് ഈ ഡ്രൈവ് ഇൻ റെസ്റ്റോറൻറ്റ്സ്. ഇപ്പോൾ ഇവിടെ നാട്ടിലുമൊക്കെ പലയിടത്തും ഉണ്ട്. നമ്മൾ വണ്ടി ഓടിച്ച് പോയി വാങ്ങിച്ചുകൊണ്ട് പോകാം, കഴിക്കാം. എൻ്റെ കൊച്ചു കുഞ്ഞ്, അവനെ ഒരു 3-4 വയസ്സുള്ള സമയത്ത് അവൻ്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ആ പള്ളിയിൽ, കുഞ്ഞുങ്ങൾ. ഒരു ദിവസം ഞങ്ങൾ അവൻ ആ പ്രായമുള്ള 1-2 അതേ പ്രായത്തിലുള്ള 1-2 കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിക്കാനായി വന്നപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഈ ഡ്രൈവ് ഇൻ റെസ്റ്റോറൻറ്റൂടെ കയറി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി ഓടിച്ച് വാങ്ങിക്കുക, പോവാം. ഇവൻ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു പറ്റത്തില്ല, അകത്ത് പോയിരുന്ന് കഴിക്കണം. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്തിനാ പറഞ്ഞു, അവിടെ പോയിരുന്ന് കഴിക്കുമ്പോൾ സംസാരിക്കാം. കൊച്ചു കുഞ്ഞെന്നോട് പറഞ്ഞതാണ്, എന്നെ പഠിപ്പിച്ചതാണ്. അകത്തിരുന്നാലേ സംസാരിക്കാൻ പറ്റൂ, ഇവിടെ ഇരുന്നാൽ വണ്ടിക്കകത്തിരുന്നാൽ അതിന് അവസരമില്ല. അകത്തിരുന്ന് സംസാരിച്ച് കഴിക്കണം. അതെന്നോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് അതൊരു കുർബാനയാക്കി മാറ്റണമെന്ന് പറയാതെ പറഞ്ഞതാണ്. ഒരുപക്ഷെ അകത്തിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഈ ഡ്രൈവ് ഇൻ റെസ്റ്റോറൻറ്റിലുണ്ടാകുന്ന അനുഭവമല്ലാതെ അതൊരു കുർബാനയായിട്ട് മാറുകയാണ്. അലക്സാണ്ടർ മർത്തോമാ വലിയ മെത്രാപ്പൊലീത്തയുടെ പുസ്തകമാണല്ലോ ദൈവകൃപയുടെ തണലിൽ. അതിൽ തിരുമേനിയുടെ ഒരു അനുഭവം ഒരുപക്ഷെ നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണ്. വീട്ടിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പുഴുങ്ങിയ മുട്ട മാത്രമുള്ളപ്പോൾ അത് 6-7 ആയി വിഭജിച്ച് നൽകിയതിനെക്കുറിച്ച്, കുടുംബത്തിൽ അമ്മ വിഭജിച്ച് നൽകിയതിനെക്കുറിച്ച് തിരുമേനി പങ്കിടുന്നുണ്ട്. ആ ബ്രേക്ക്ഫാസ്റ്റിലും വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്നാണ് തിരുമേനി പറയുന്നത്. ഒരുപക്ഷെ അതൊരു അനുഭവമാണ്, അതൊരു കുർബാനയാണ്. ആഹാരം കുർബാനയായി മാറുന്നത് അവിടെയാണ്, ഈ പങ്കിടലിലാണ്. നമ്മളുടെ ആഹാര അനുഭവങ്ങളൊക്കെ, നമ്മുടെ ഭക്ഷണമേശകളൊക്കെ ആർത്തിയുടെ ഒരു പ്രകടനമായി പലപ്പോഴും മാറാറുണ്ട്. കഴിക്കാൻ പറ്റത്തൊന്നുമില്ല, പക്ഷേ കാണുമ്പോൾ നമുക്കിങ്ങനെ ഇതെല്ലാം കൂടെ എടുത്തു വെക്കണമെന്നൊരു തോന്നലാണ്. വലിച്ചു വാരി വെക്കുക, ആരോടും പറയണ്ട, സംസാരിക്കേണ്ട, മിണ്ടണ്ട, ആരെയും കാണണ്ട, അടുത്തിരിക്കുന്ന ആൾക്ക് വേണമെന്ന് പോലും ചിന്തിക്കേണ്ട. മറിച്ച് നമ്മുടെ ഒരു ആർത്തിയുടെ പ്രകടനമായി പലപ്പോഴും ഭക്ഷണമേശകൾ മാറുമ്പോൾ കുർബാന നമ്മളോട് പറയുന്നത് നന്ദിയോടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്നാണ്. ഇങ്ങനെ പറയാറുണ്ട്, ഈ ലോകത്തിലെ ആദ്യത്തെ പ്രാർത്ഥനകളൊക്കെ ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു. പിന്നീടാണ് വലിയ പ്രാർത്ഥനകളും ലിറ്റേർജിയും ഒക്കെ രൂപപ്പെട്ടത്. ലോകത്തിലെ ആദ്യത്തെ പ്രാർത്ഥനകളൊക്കെ ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു. അതിനർത്ഥം ഈ മനുഷ്യൻ നന്ദിയോടെ, സ്തോത്രത്തോടെ, ഒരുമയോടെ ആഹാരം കഴിക്കുവാനാണ് ആദ്യം പഠിച്ചത്. അതുകൊണ്ടാണല്ലോ ഈ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹാരം കഴിച്ചത്. അതുകൊണ്ട് ആദ്യത്തെ പ്രാർത്ഥനകളൊക്കെ ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു. കുർബാന പോലും, കുർബാനയുടെ ആദ്യത്തെ ലിറ്റേർജി വളരെ കുറച്ചല്ലേ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ കൊച്ചു ലിറ്റേർജി, ഇതെൻ്റെ ശരീരമാകുന്ന ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ് മുറിച്ചു കൊടുത്തപ്പോൾ അത് ആഹാരത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് ആദ്യത്തെ കുർബാനയുടെ ലിറ്റേർജി. പിന്നീടാണ് സഭ അതിൽ ഈ ദൈവാനുഭവങ്ങളൊക്കെ രൂപപ്പെടുത്തിയെടുത്തത്. അപ്പോൾ ആദ്യത്തെ പ്രാർത്ഥനകളൊക്കെ എന്ന് പറയുന്നത് ഈ ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാകുന്നു. മുന്നോട്ട് പോകട്ടെ. ആഹാരം വേദപുസ്തക ദർശനത്തിൽ ആഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ വേദപുസ്തകത്തിൻ്റെ ആരംഭവും അവസാനവും ആഹാരത്തിലാണെന്ന് പറയാറുണ്ട്. തുടങ്ങുന്നത് ഏദനിൽ ആഹാരം നൽകുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വെളിപാട് പുസ്തകം അവസാനിക്കുമ്പോൾ ഒരുപക്ഷെ ഈ വെഡ്ഡിങ് ഫീസ്റ്റ്, അവസാനത്തെ ഈ നിത്യതയുടെ അത്താഴത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ ചിന്ത മുഴുവൻ ആരംഭിക്കുന്നതും ഒരുപക്ഷെ അത് പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ അവസാനത്തിലേക്ക് എത്തുന്നതും ആഹാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ പറയാറുണ്ട്, തിയോളജി ബിഗിൻസ് ആൻഡ് എൻഡ്സ് അറ്റ് എ ടേബിൾ, നോട്ട് എ ത്രോൺ. ദൈവശാസ്ത്രം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരു മേശയിലാണ്, ഒരു ഭക്ഷണമേശയിലാണ്. അതൊരു അധികാരത്തിൻ്റെ കസേരയിലല്ല, അതൊരു ഭക്ഷണമേശയിലാണ്. ദൈവശാസ്ത്രവും വേദശാസ്ത്രവും ഒക്കെ ആരംഭിക്കുന്നത് ഭക്ഷണമേശയിലാണെങ്കിൽ അത് മനുഷ്യൻ്റെ അടിസ്ഥാന അനുഭവങ്ങളോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ടാണത് ഭക്ഷണമേശയിൽ ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം പറഞ്ഞു വെക്കുന്നത് സകലർക്കും ആഹാരം നൽകുന്ന ദൈവത്തെക്കുറിച്ചാണ്. സകല സൃഷ്ടിക്കും, മനുഷ്യന് മാത്രമല്ല, സകല സൃഷ്ടിക്കും ആഹാരം നൽകുന്ന ദൈവത്തെക്കുറിച്ച്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് വീഴ്ച ആരംഭിക്കുന്നതും ആഹാരത്തിലാണ്. വീഴ്ചയുടെ പ്രശ്നം കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതുമായ ഭക്ഷണത്തെക്കുറിച്ചാണ്. തിന്മാൻ രുചിയുള്ളത് ഭക്ഷണത്തിലൂടെയാണ് മനുഷ്യൻ്റെ വീഴ്ച ആരംഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടെടുപ്പും അതേ ഭക്ഷണത്തിൽ കൂടെയാണ് ആരംഭിക്കുന്നത്. ഈ കുർബാന ഒരു വീണ്ടെടുപ്പിൻ്റെ അടയാളമാണല്ലോ.
അതൊരു ഭക്ഷണമാണെങ്കിൽ വീഴ്ചയും ഭക്ഷണത്തിലൂടെയാണ്, വീണ്ടെടുപ്പും ഭക്ഷണത്തിലൂടെയാണ്. അത് വെറുതെ അല്ല, അതൊരു ആക്സിഡൻ്റലായി സംഭവിച്ചായിരിക്കണമെന്നില്ല. മനുഷ്യൻ്റെ അടിസ്ഥാന അനുഭവങ്ങൾ ആയതുകൊണ്ടാകാം ഒരുപക്ഷെ അങ്ങനെ പറയുന്നത്. എന്തായാലും വീഴ്ചയും വീണ്ടെടുപ്പും നിത്യതയുടെ അനുഭവവും ഭക്ഷണത്തിലാണ്. ഫുൾ റിഡംഷൻ ആൻഡ് ദി എറ്റേണിറ്റി ഇൻ ദി ടേബിൾ. അതെല്ലാം നമ്മൾ കാണുന്നത് ഈ ഭക്ഷണ മേശയിലാണ്. ഭക്ഷണം അതുകൊണ്ട് തന്നെ പ്രാധാന്യമുള്ളതാണ്. എന്താണ് ആദ്യത്തെ വീഴ്ച? അത് ഭക്ഷണത്തെക്കുറിച്ചാണ്. അത് ദൈവം ആദമിനോടും ഹവ്വയോടും പറഞ്ഞത് ഇത് സൂക്ഷിക്കണമെന്നാണ്. കീപ്പ് ഇറ്റ് ടിൽ ഇറ്റ് ആൻഡ് കീപ്പ് ഇറ്റ്. നിങ്ങൾ വേല ചെയ്യുക, ഇതിനെ സൂക്ഷിക്കുക. എന്നാൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിനെ ഉപയോഗിക്കണം, ചൂഷണം ചെയ്യണം എന്ന ചിന്തയിലേക്ക് മാറിയപ്പോഴാണ് വീഴ്ചയുണ്ടായത്, പാപമുണ്ടായത്. നോട്ട് ടു കീപ്പ് ബട്ട് ടു എക്സ്പ്ലോയിറ്റ്. എന്താണോ സൂക്ഷിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടതിനെ സൂക്ഷിക്കുന്നതിന് പകരം അതിനെ ചൂഷണം ചെയ്യുവാനായി നമ്മുടെ വല്യപ്പനും വല്യമ്മയും തയ്യാറായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്തത് കൊണ്ടാണ് വീഴ്ചയുണ്ടായത്, പാപമുണ്ടായത്. ഭക്ഷണം നമ്മൾക്ക് നൽകുന്ന മറ്റൊരു അടയാളമാണ് സൂക്ഷിക്കേണ്ടതിനെ സൂക്ഷിക്കണം. പ്രകൃതി, ഭൂമി, ഇതൊക്കെ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതാണ്. അത് ഉപയോഗിക്കാം, ദൈവം നൽകിയതാണ് പ്രൊവിഷൻ, അത് ഉപയോഗിക്കാനുള്ള പ്രൊവിഷൻ. പക്ഷേ സൂക്ഷിച്ചുപയോഗിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പൂടെ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിന് സാധിക്കാതെ എവറിത്തിങ് ഷുഡ് ബി കൺസ്യൂംഡ്, എല്ലാം എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുന്നതാണ് പാപം, വീഴ്ച. കുർബാന ഇതിന് വ്യത്യസ്തമാണ്, സൂക്ഷിക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. മറ്റൊന്ന്, ഒരുപക്ഷെ അതുവരെ എല്ലാം ഉപയോഗിച്ചപ്പോൾ സ്തോത്രം ചെയ്ത് ഉപയോഗിക്കാൻ ആദമിനും ഹവ്വയ്ക്കും സാധിച്ചു കാണും. കാരണം ദൈവം പറഞ്ഞത് അതേപോലെ അനുസരിച്ചപ്പോൾ സ്തോത്രം ചെയ്യുവാൻ പറ്റി. എന്നാൽ അന്ന് ഒരു ഭക്ഷണത്തിൻ്റെ സമയം, ഒരു പഴം കഴിക്കുന്ന സമയം, വേദപുസ്തക കഥ പ്രകാരം ആ സമയത്ത് ദൈവം പറഞ്ഞതിന് വ്യത്യസ്തമായപ്പോൾ ഒരു കാരണവശാലും അവർക്ക് സ്തോത്രം ചെയ്യുവാൻ സാധിച്ചു കാണില്ല. സ്തോത്രം ചെയ്യാതെ അത് ഉപയോഗിച്ചപ്പോൾ അത് വീഴ്ചയിലേക്ക് നയിച്ചു. സ്തോത്രം ചെയ്തുള്ള ഏത് ഉപയോഗവും, സ്തോത്രം ചെയ്യുവാൻ സാധിക്കുന്ന ഏത് ഉപയോഗവും അത് കുർബാനയാണ്. അത് ഭക്ഷണമാണെങ്കിലും അത് ജീവിതത്തിൻ്റെ ഏത് അനുഭവമാണെങ്കിലും, ഇഫ് യു ക്യാൻ ഗിവ് താങ്ക്സ്, നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊരു കുർബാനയാണ്. അതെന്തുവാട്ടെ, ജീവിതത്തിൽ നമ്മളുടെ നേട്ടങ്ങളാകട്ടെ, നമ്മളുടെ ബന്ധങ്ങളാകട്ടെ, നമ്മൾ അനുഭവിക്കുന്ന നന്മകളാകട്ടെ, അതിനൊക്കെ സ്തോത്രം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് കുർബാനയാണ്. അല്ലാത്തത് കുർബാനയല്ല. അല്ലാത്തത് നമ്മൾ ഒരുപക്ഷെ ഇതിനെ നശിപ്പിച്ച് കളയുന്ന അനുഭവമാണ്. നമ്മൾ സ്തോത്രം ചെയ്ത് ഉപയോഗിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് കൂടിയാണ്. കുർബാന അതാണല്ലോ. ക്രിസ്തു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി വാഴ്ത്തി നുറുക്കി അവർക്ക് നൽകി. ആദിമാതാപിതാക്കൾക്ക് സാധിക്കാതെ പോയത് ക്രിസ്തു അവിടെ പ്രാവർത്തികമാക്കുകയാണ്, സ്തോത്രം ചൊല്ലി. മറ്റൊന്ന്, ഈ ആഹാരം അവർ ഉപയോഗിച്ചപ്പോൾ അവർ ചിന്തിച്ചത് ഇത് ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി ഞങ്ങൾ നേടിയെടുക്കേണ്ടതാണ് എന്നുള്ളതാണ്, അല്ലേ? ഇത് ഞങ്ങളുടെ സ്വയാശ്രയത്തിൽ, സ്വന്തം ബുദ്ധിയിൽ നേടിയെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ദൈവം അവരോട് പറഞ്ഞത് നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് എന്ന് പറഞ്ഞു. എന്നാൽ പരീക്ഷകൻ സാത്താൻ വന്ന് പറഞ്ഞു, അല്ല, നിങ്ങൾ ഇത് കഴിച്ചാലേ ദൈവത്തെ പോലെ ആകുകയുള്ളൂ. ദൈവം ഓൾറെഡി അവരോട് പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ പോലെ ആണെന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കാതെ സ്വപ്രയത്നത്തിൽ നേടിയെടുക്കാൻ ശ്രമിച്ചതാണ് ആ ഏദനിലെ വീഴ്ച. അതും ഭക്ഷണത്തോട് ബന്ധപ്പെട്ടാണ്. അത് സ്വയപ്രയത്നത്തിൽ നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ കുർബാന നമുക്ക് നൽകുന്നത് എവറി ഫുഡ് ഈസ് എ ഗിഫ്റ്റ്, എവറി ബ്ലെസ്സിങ് ഈസ് എ ഗിഫ്റ്റ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന ചിന്തയാണ് കുർബാന നൽകുന്നത്. മറ്റൊന്ന്, മാതാപിതാക്കൾക്കുണ്ടായത് എല്ലാം നമ്മൾ നേടിയെടുക്കേണ്ടതാണ് എന്നുള്ള, നേടിയെടുക്കേണ്ടതാണ് ജീവിതവും അനുഗ്രഹങ്ങളും എന്നതിൽ നിന്ന് ദൈവം തരുന്ന ദാനമാണ് എന്നുള്ളതിലേക്കുള്ള മാറ്റമാണ് കുർബാന. അതാണ് നമ്മെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പിന്നീട് കുറച്ചുകൂടെ മുന്നോട്ട് പോകട്ടെ, ഉൽപ്പത്തിയിൽ നിന്ന് പുറപ്പാടിലേക്ക് പോകുമ്പോൾ ആഹാരത്തിൻ്റെ മറ്റൊരു ചിന്ത നൽകുന്നുണ്ട്. അത് മന്നയാണ്. വാട്ട് ഈസ് ഇറ്റ്? ഇതെന്താണ് എന്ന് പറയുന്നത്? മന്ന, ബ്രെഡ് ബിയോണ്ട് അവർ എക്സ്പ്ലനേറ്ററി കാറ്റഗറീസ്. നമ്മൾക്ക് പറയുവാൻ സാധിക്കാത്ത, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന്. വാട്ട് ഈസ് ഇറ്റ്? അതാണല്ലോ മന്ന എന്ന വാക്കിനർത്ഥം. ഇതെന്താണ്? കുർബാനയെക്കുറിച്ച് നമ്മളുടെ പഠിപ്പിക്കലും ഒരർത്ഥത്തിൽ ഈ മിസ്റ്ററി എന്നൊരു പദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? നമ്മുടെ ദൈവശാസ്ത്ര, നമ്മുടെ സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് എങ്ങനെയാണ് അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നത്? ഇറ്റ് ഈസ് എ മിസ്റ്ററി. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ
ഈ രഹസ്യം എന്ന് പറയുന്നത് ഇൻകംപ്രിഹെൻസിബിൾ ആണ്. നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വാട്ട് ഇസ് ഇറ്റ്? ജീവിതത്തിൻ്റെ മുൻപിൽ അതൊരു അത്ഭുതമാണ്. എന്തിൻ്റെ മുൻപിൽ ഒരു അത്ഭുതത്തോടെ നോക്കുകയാണ്. വണ്ടറാണത്. വാട്ട് ഈസ് ഇറ്റ്? ഇതെന്താണ്? ഇതൊരു അത്ഭുതമാണ്. ഇതൊരു ഇൻകംപ്രിഹെൻസിബിൾ ആണ്. മനസ്സിലാക്കാൻ സാധിക്കുന്നതിനപ്പുറമാണ്. ജീവിതം അത്ഭുതമാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് ആഹാരം, ഭക്ഷണം. മന്ന അതാണ് ഇസ്രായേലിനെ പഠിപ്പിച്ചത്. ലൈഫ് ഈസ് എ വണ്ടർ. ജീവിതം ഒരു അത്ഭുതമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഓരോ കുർബാനയും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. നിങ്ങളുടെ എൻ്റെ ജീവിതം ഇറ്റ്സ് എ വണ്ടർ, അത്ഭുതമാണ്. നമ്മുടെ പ്രശ്നം ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. നമുക്ക് അത്ഭുതം ഇല്ല എന്നുള്ളതാണ്. ഒന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ല. ഒരു കാഴ്ചയും ഒരു അനുഭവവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എവറി മൊമെൻ്റ് ഈസ് എ വണ്ടർ എന്ന് പറയാറുണ്ട്. ഓരോ നിമിഷവും ഒരു അത്ഭുതമാണ്. എവറി മൊമെൻ്റ് ഈസ് എ വണ്ടർ. ഞാൻ ഇന്നിവിടെ വന്ന് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതൊരു അത്ഭുതമല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ വന്ന് ഇവിടെ ഇരിക്കുന്നത് അത്ഭുതമാണെന്ന്? എന്നും നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് ഇത് ചെയ്ത് ഇത് വെറും ഒരു അത്ഭുതമല്ലാതായി ഒരു അത്ഭുതവും നമുക്കതിൽ തോന്നുന്നില്ല. വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന പട്ടക്കാരനാണ് ഞാനും. എല്ലാ ഞായറാഴ്ചകളിലും ഇത് ചെയ്ത് ഇത് ഒരു അത്ഭുതം തിരിച്ചറിയാൻ ഒക്കാതെ ആകുന്നുണ്ടോ? എന്നോട് ചോദ്യമാണ്, നിങ്ങളോടുമുള്ള ചോദ്യമാണ്. ഓരോ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് വന്ന് മുട്ടുകുത്തുമ്പോൾ ഇതിൻ്റെ ഒരു വണ്ടർ, ഒരു അത്ഭുതം അത് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നുണ്ടോ? പലപ്പോഴും എത്രയോ ആളുകൾ വന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വന്ന് മുട്ടുകുത്തുമ്പോൾ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ ധാരധാരയായി ഒഴുകുമ്പോഴാണ് എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്നത്, കർത്താവേ, ഈ മുട്ടുകുത്തിയ ആൾക്കുള്ള അത്ഭുതം എനിക്ക് പലപ്പോഴും തോന്നാറില്ലല്ലോ. അതൊരു ചോദ്യം എന്നോട് തന്നെയുള്ള ചോദ്യമാണ്. ഓരോ കുർബാനയ്ക്ക് മുൻപിൽ വന്ന് മുട്ടുകുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തോടുള്ളൊരു ചോദ്യം കൂടിയാണ്. ഇറ്റ്സ് എ വണ്ടർ. കാരണം മന്ന അതാണ് നൽകുന്നത്. ഇറ്റ്സ് എ വണ്ടർ. മന്ന മനോഹരമായൊരു ചിന്ത കൂടിയാണ്. മന്നയും ശബത്തും ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പഠിപ്പിക്കലുകളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മന്നയും ശബത്തും. നമ്മുടെ കുർബാനയിലും അതുമായി ബന്ധപ്പെട്ടാണല്ലോ. കർത്താവ് കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മന്നയുമായി ബന്ധപ്പെട്ടാണല്ലോ പറയുന്നത്. ഇങ്ങനെ ഒരു കഥയുണ്ട്. ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി യഹൂദ റബിമാരോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ ശബത്തപ്പത്തിന് എന്താണ് ഇത്ര രുചി? സാധാരണ അപ്പത്തേക്കാൾ അതിന് രുചി എന്താണ്? അത് റബീനിക് ട്രഡീഷനിലാണ്. അപ്പോൾ ഈ റബിമാർ അതിന് മറുപടി പറയും, കാരണം ഞങ്ങളത് ശബത്തിനൊപ്പമാണ് ചുട്ടെടുക്കുന്നത്. വീണ്ടും ചോദിക്കും, അതെന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ അവർ പറയുന്നത്, ശബത്തിനായി ഞങ്ങൾ തയ്യാറാക്കുന്ന സ്നേഹവും ഭക്തിയും ചേർത്ത് ചുട്ടെടുക്കുന്ന അപ്പമാണിത്. ഞങ്ങളുടെ ദൈവത്തോടുള്ള, ഞങ്ങളുടെ യഹോവയോടുള്ള സ്നേഹവും ഭക്തിയും ചേർത്ത് ചുട്ടെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര രുചി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ അമ്മമാർ തരുന്ന ആഹാരത്തിനൊരു രുചി കൂടുന്നത് അതിലൊരു സ്നേഹം ഉള്ളതുകൊണ്ടാണ്, അല്ലേ? വെറുതെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് സ്നേഹമില്ലാതായിത്തീരും. എന്തുകൊണ്ടാണ് പൊതിച്ചോറിന് രുചി കൂടുന്നത്? നമ്മളുടെ അമ്മമാർ കെട്ടിത്തന്ന പൊതിച്ചോറിന് അതിനകത്ത് കുറച്ചുകൂടെ സ്നേഹവും കൂടെ ചാലിക്കുമ്പോഴാണ്, അല്ലേ? എത്ര രുചികരമായി ഇനി യൂട്യൂബിലെ ഏത് ഫുഡ് ടെക്നിക്ക് പഠിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും അല്പം സ്നേഹം കൂടി അതിൽ ചേർക്കാൻ ഒക്കുന്നില്ലെങ്കിൽ അതിന് ഒരു രുചിയും കാണണമെന്നില്ല. ദൈവഭക്തിയും സ്നേഹവും കൂടെ ചേരുമ്പോഴാണ് അതിന് രുചിയാകുന്നത്. മിസ്രൈമിൽ അവർക്ക് ആഹാരം ഉണ്ടായിരുന്നു. എന്നാൽ മിസ്രൈമിലെ ആഹാരത്തിൻ്റെ പ്രത്യേകത, ആ ആഹാരത്തിന് വേണ്ടി കഠിനവേല ചെയ്യണമായിരുന്നു. കഠിനവേല ചെയ്യുന്ന അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ആഹാരം ലഭിച്ചത്. എന്നാൽ മരുഭൂമിയിലെ മന്ന ഈ കഠിനവേലയുടെ ഫലമായിട്ടല്ല, ദൈവം ദാനമായി കൊടുത്തു. ഇറ്റ് വാസ് എ ഗിഫ്റ്റ്. ദൈവത്തിൻ്റെ ദാനമായിരുന്നു അത്. അതുകൊണ്ട് മന്ന ഒരു ദൈവത്തിൻ്റെ ദാനമാണ്. ആഹാരം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് മന്ന. കാരണം മിസ്രൈമിൽ ശബത്തില്ലാത്തതാണ്. അവിടെ കഠിനവേല ചെയ്യേണ്ടിയിരുന്നു. അത് കഠിനവേലയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി ലഭിച്ചതാണ്. എന്നാൽ ഇവിടെ അത് വ്യത്യാസമാണ്. മാത്രമല്ല, മിസ്രൈമിൻ്റെ പ്രത്യേകത, മിസ്രൈമിൽ കഠിനവേല ചെയ്ത് ആഹാരം അത് കൂട്ടിവെക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, എന്തിനാണ് ഇസ്രയേൽ മക്കൾ കഠിനവേല ചെയ്യിച്ചത്? ഭണ്ഡാരഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിനാണ്. ഫറവോൻ്റെ ഭണ്ഡാരഗ്രഹങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു? അത് ആഹാരം കൂട്ടിവെക്കാനുള്ള ഇടമായിരുന്നു. എന്നാൽ അതിൻ്റെ വ്യത്യാസമാണ്, മിസ്രൈമിലെ ഭണ്ഡാരഗ്രഹത്തിൻ്റെ നേരെ വിപരീതമാണ് മരുഭൂമിയിലെ മന്ന. അവിടെ കൂട്ടിവെക്കലുകളില്ല. കൂട്ടിവെച്ചാൽ അത് പുഴുത്തുപോകും എന്നാണ് പറയുന്നത്. കൂട്ടിവെക്കുന്നത് പുഴുത്തുപോകുമെന്ന് പഠിപ്പിക്കുന്നതാണ് മന്ന. അതുതന്നെയാണ് കുർബാനയും പങ്കിടലിൻ്റെ ഏറ്റവും വലിയ അനുഭവം. നമ്മൾ
ഇന്ത്യ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഫുഡ് സേഫ്റ്റി ബില്ലൊക്കെ കൊണ്ടുവന്നത്. ആഹാരം അവകാശമാണ് ബില്ല് കൊണ്ടുവന്നത്. എന്നാൽ അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ വേദപുസ്തകം കൊണ്ടുവന്നതാണ് ഈ ഫുഡ് സേഫ്റ്റി. ആഹാരം എല്ലാവർക്കും അവകാശമാണ് എന്ന് പറയുന്ന ഭാഗം. എല്ലാവർക്കും അത് അവകാശമാണ്, എല്ലാവർക്കും കിട്ടിയിരിക്കണമെന്ന് ഉറപ്പാണ്. മറ്റെടുത്ത് മിസ്രയീമിൽ അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. കഷ്ടപ്പെടണം, കഠിനവേല ചെയ്യണം, അവർക്കേ ഉള്ളൂ. ഇവിടെ അതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. എവ്രിവൺ നീഡ്സ് നറിഷ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് എ ഗിഫ്റ്റ്. എല്ലാവർക്കും ഇത് ആവശ്യം നൽകുന്നതാണ് എന്ന് പറയുന്നു. മന്ന മറ്റൊന്ന് സംതൃപ്തിയുടെ ആഹാരം കൂടിയാണ്, അല്ലേ? കിട്ടിക്കഴിയുമ്പോൾ ആർക്കും കൂട്ടിവെക്കേണ്ട ആവശ്യമില്ല. ഇനഫ്, തിയോളജി ഓഫ് ഇനഫ് എന്ന് പറയാറുണ്ട്. ഞാൻ ഈ സെമിനാരി പഠനത്തിനായി പോകുന്നത് ഈ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ അംഗമായിരിക്കുമ്പോഴാണ്. അന്ന് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിന് തിരുമേനിയായിരുന്നു നമ്മുടെ മെത്രോപ്പൊലിത്ത തിയോഡോഷ്യസ് തിരുമേനി. അന്ന് തിയോഡോഷ്യസ് ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് തിരുമേനി ആയിരുന്നു. തിരുമേനി ഞങ്ങളെ എല്ലാവരും വിളിപ്പിച്ചു. അന്ന് 10-20 പേരുണ്ടായിരുന്നു ഞങ്ങളെ എൻട്രൻസ് എഴുതാൻ. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും വിളിപ്പിച്ചിട്ട് തിരുമേനി അന്ന് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളിനി പഠിക്കാനൊക്കെ പോകുമ്പോൾ ഒത്തിരി ദൈവശാസ്ത്രം പഠിക്കും, പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട ഒരു ദൈവശാസ്ത്രമുണ്ട്, മതി എന്നും വേണ്ട എന്നും പറയണം എന്ന്. തിരുമേനി പലയിടത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മതി എന്നും വേണ്ട എന്നും പറയണം എന്ന് പറയാറുണ്ട്. തിയോളജി ഓഫ് ഇനഫ്, സംതൃപ്തിയുടെയാണ്. എ സാക്രമെന്റ് ഓഫ് ഇനഫ്. കുർബാന ഈ സംതൃപ്തിയുടെ കൂദാശയാണ്, അല്ലേ? നമ്മളെ സംതൃപ്തമാക്കുന്ന അനുഭവങ്ങൾ നൽകുന്നതാണ് വിശുദ്ധ കുർബാന. മന്ന സംതൃപ്തിയുടെ അനുഭവമാണ്. ഈ ആഹാരം ഒരാശ്രയത്തെയും കൂടെ കുറിക്കുന്നുണ്ട്. ആരാണ് ആഹാരം നൽകുന്നത്, അവരോടൊരാശ്രയം കൂടെയുണ്ട്. ഒരുപക്ഷേ ഈ ദാനിയേൽ കൂട്ടരും അവരുടെ ഈ കൊട്ടാരത്തിൽ ആഹാരം വേണ്ട എന്ന് വെക്കാനുള്ള കാരണം വെറും ആഹാരത്തെ അല്ല വേണ്ടാന്ന് വെച്ചത്, ആരാണോ ആഹാരം തരുന്നത് അവരോട് എപ്പോഴും ഒരു ആശ്രയമുണ്ട്, ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആഹാരം രാജാവ് തരുമ്പോൾ രാജാവിനോടൊരു ആശ്രിതത്വം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ മൂവാണ്, ഒരു രാഷ്ട്രീയമായ ഒരു തീരുമാനമാണ്. എനിക്ക് ഈ ആഹാരം വേണ്ട, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആശ്രയം ഈ രാജാവിനോടല്ല, ഇതിനും അപ്പുറത്ത്, ഇതിലും വലുത് ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തോടുള്ള ആശ്രയമാണ്. ഒരുപക്ഷേ ഈ കുർബാനയും ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആശ്രയം ആരോടാണ്? ഈ പ്രശസ്തനായൊരു ദൈവശാസ്ത്രജ്ഞനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മിറോസ്ലാവ് വൂൾഫ് എന്നാണ്. വല്ലപ്പോഴുമൊക്കെ കൊച്ചു ഈ ചില ദൈവശാസ്ത്രജ്ഞൻ്റെ പേരൊക്കെ പറയുന്നത് ഈ മുത്തിയച്ഛനെ പോലെയൊക്കെ ഉള്ളവർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അപ്പം ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊരു പക്ഷേ അച്ഛൻ ഇത് കഴിയുമ്പോൾ ആലോചിക്കും. അപ്പം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലതെങ്കിലുമൊക്കെ ആളുകളുടെയൊക്കെ പേര് ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. അദ്ദേഹം പറയുന്നത്, ഫുഡ് ഈസ് ദ പ്ലേസ് where dependence, gratitude and hospitality meet. Food is a place where dependence, gratitude and hospitality meet. നമ്മുടെ ആഹാരത്തിലാണ് നമ്മുടെ ആശ്രയവും നമ്മുടെ നന്ദിയും ആതിഥ്യവും എല്ലാം ഒന്നിച്ചു വരുന്നത്. മുന്നോട്ട് പോട്ടെ, സമയം മുന്നോട്ട് കുറയാണല്ലോ. ആഹാരവും ഉടമ്പടിയും. വേദപുസ്തകത്തിൽ ഉടമ്പടി ആരംഭിക്കുന്നതെല്ലാം ആഹാരത്തിലൂടെയാണ്. അത് അബ്രഹാമും ദൈവമാണെങ്കിലും നോഹയാണെങ്കിലും പിന്നീട് ഇസ്രയേൽ മക്കളാണെങ്കിലും എവിടെ വേദപുസ്തകത്തിലെ ചരിത്രത്തിലെ എല്ലാ ഉടമ്പടികളും ആരംഭിക്കുന്നത് ആഹാരത്തിലൂടെയാണ്. അതുകൊണ്ട് ദൈവം നിയമം പഠിപ്പിക്കുകയല്ല ചെയ്തത്, അത് പങ്കിടുകയായിരുന്നു. ആഹാരത്തിലൂടെ അത് പങ്കിടുകയാണ്. ഉടമ്പടികളൊക്കെ ബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ ആഹാരത്തെക്കാൾ പറ്റിയ മറ്റൊന്നില്ല, അല്ലേ? നമ്മുടെ ഒരു നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് ഏറ്റവും നല്ലത് എന്താ? ആഹാരമാണ്. അതുകൊണ്ടാണല്ലോ ഈ എല്ലാ നമ്മുടെ ഈ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന അവസരവും അത് ആഹാരവുമായി ബന്ധപ്പെട്ടാണ്. ഒന്നുകിൽ ഒരു കോഫിയെങ്കിലും കുടിച്ചുകൊണ്ടാണല്ലോ നമ്മൾ സംഭാഷിക്കുന്നത്, അല്ലേ? നമ്മളുടെ ബന്ധങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. വിവാഹമൊക്കെ വലിയൊരു ആഹാരത്തിൻ്റെ സൽക്കാരത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നത് അത് ബന്ധങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ആ ഒരു വലിയ സൽക്കാരം അവിടെയുണ്ട്. ആ സൽക്കാരത്തിലൂടെയാണ് ബന്ധങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇത് ആഹാരം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന അനുഭവമാണ്. കുർബാനയും അത് തന്നെയാണല്ലോ. ക്രിസ്തു ഉടമ്പടിയെ വിശാലമാക്കിയതാണല്ലോ കുർബാന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയുടെ പ്രത്യേകത ഇവിടെ ഏറ്റക്കുറച്ചിലുകളില്ല എന്നുള്ളതാണ്. യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ പാപികളോട് ചേർന്ന് ആഹാരം കഴിച്ചു, ഈറ്റിംഗ് ടുഗെദർ. ഈ എല്ലാ നമ്മുടെ ഫ്രാക്ഷൻസ്, നമ്മുടെ വ്യത്യാസങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും നല്ല അനുഭവം അത് ഭക്ഷണമേശയാണ്. സഹോദരൻ അയ്യപ്പനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ 1917 സഹോദര സംഘം രൂപപ്പെടുത്തുന്നത്.
സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം രൂപപ്പെടുത്തുന്നത് മിശ്രഭോജനം നടത്തിക്കൊണ്ടാണ്. എല്ലാ ജാതി വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്, സഹോദര ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതാണ് സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ രൂപപ്പെടുത്തിയത്. അത് മിശ്രഭോജനത്തിലൂടെയാണ്. ഒരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു അത്. നമ്മൾ ഉടമ്പടിയുടെ മക്കളാണ്. നമ്മുടെ ഉടമ്പടിയുടെ പ്രത്യേകത ഇവിടെ വ്യത്യാസങ്ങളില്ലാത്ത ഉടമ്പടിയാണ് എന്നാണ്. ഒരു കള്ളമല്ലേ ഇത്, അല്ലേ? നമ്മൾ ഇന്ന് വെക്കുന്ന ചില കള്ളങ്ങളാണ് പലപ്പോഴും ഒരു വ്യത്യാസവും നമ്മിലില്ല എന്നുള്ളത്. ആഹാരമാണ് ഒരു പക്ഷേ ഏറ്റവും വലിയ വ്യത്യാസത്തിൻ്റെ ഇടമായി നമ്മൾ പലപ്പോഴും കാണുന്നത്. അത് മുന്നോട്ട് വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഹാരത്തിൻ്റെ ടേബിളിലാണ്, ഭക്ഷണമേശയാണ് വ്യത്യാസങ്ങളെ ഏറ്റവും കൂടുതൽ കാണുന്ന ഇടങ്ങൾ, അല്ലേ? ഈ എൻ്റെ ഒരു ഇടവകയിൽ ഒരു സുവിശേഷമുണ്ട്. വളരെ രസികനായ മനുഷ്യനാണ്. രസകരമായ കഥകളും സംഭവങ്ങളും ഒക്കെ പറയും. അദ്ദേഹം ഒരിക്കലൊരു സംഭവം പറഞ്ഞു. അച്ഛനും കപ്പിയാരും കൂടെ വീട് വിസിറ്റിന് പോയി. 2 പേർക്കും ഈ ഗ്ലാസ്സിനകത്ത് കുടിക്കാൻ കൊടുത്തു. അപ്പോൾ കപ്പിയാർ കുടിച്ചപ്പോൾ ഇങ്ങനെ പെട്ടെന്നങ്ങ് കുടിച്ചു. അച്ഛൻ ഇങ്ങനെ പതുക്കെ കുടിക്കുകയാണ്, ഇങ്ങനെ ചെറുതായിട്ട് കുടിക്കുകയാണ്. അപ്പോൾ ഈ കപ്പിയാർ വിചാരിച്ചു, ഈ അച്ഛൻ എന്നാടാ ഇത്ര ഈ മോരും വെള്ളം ഇങ്ങനെ ഊതി കുടിക്കുന്നേ. അപ്പോൾ അച്ഛൻ വിചാരിക്കുകയും ചെയ്തു, ഈ കപ്പിയാർ എന്നടാ ഇത്രയും ചൂട് പാല് ഇങ്ങനെ ഒറ്റയടി കുടിച്ച്, ഇവൻ എന്തോ മനുഷ്യനാണ്. പിന്നീട് ഇറങ്ങി വന്നപ്പോഴാണ് അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അച്ഛന് കൊടുത്തത് ചൂടുപാലും കപ്പിയാർക്ക് കൊടുത്തത് മോരും വെള്ളമായിരുന്നു, അല്ലേ? അവിടെയാണ് 2 വ്യത്യാസമുള്ളത്. ഇതൊക്കെ പറയുകയാണെങ്കിലും ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ വരുമ്പോൾ അച്ഛന് ഈ പോർസലെയിൻ കപ്പി കൊടുക്കണം, അല്ലേ? ലാവുപ്പാലയുടെ ഗ്ലാസ്സിൽ കൊടുക്കണം. ആഹാരം കൊടുക്കുകയാണെങ്കിൽ ആ പ്ലേറ്റിൽ തരണം. തന്നില്ല ഞങ്ങളുടെ അച്ഛത്തെ നിങ്ങൾ അന്നേരം അറിയും. അപ്പോൾ ജനത്തിന് എന്ത് കൊടുത്താൽ മതി? പേപ്പർ പ്ലേറ്റ് മതി, കുഴപ്പമില്ല. തിരുമേനിക്ക് എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഭക്ഷണമേശയാണ് നമ്മുടെ ഈ ഒരുമയുടെ ആഘോഷം എന്നൊക്കെ പറയുന്നെങ്കിലും എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നത് ഭക്ഷണമേശയിലാണ്. ഈ അടുത്ത 2 ദിവസം മുമ്പ് നമ്മുടെ പത്രത്തിലൊക്കെ വന്നൊരു വാർത്തയാണ് കനേഡിയൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു പ്രസംഗം, ഈ മാർക്ക് കാർണിയുടെ പ്രസംഗം. മനോഹരമായൊരു പ്രസംഗമാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, കാനഡയിൽ പണ്ട് ഈ കടകളിലൊക്കെ ഒരു ബോർഡ് എഴുതി തൂക്കുമായിരുന്നു, സർവ്വലോക തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും, യുണൈറ്റ് ഓൾ ദി ലേബറേഴ്സ്. എഴുതി വെക്കുമെന്ന് തന്നെ അറിയാം, നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല, ചുമ്മാതാ, കള്ളമാണെന്നറിയാം. കള്ളമാണെങ്കിലും ഇങ്ങനെ എഴുതി, ആരും എടുത്തു മാറ്റാൻ തയ്യാറാകാതെ ഇങ്ങനെ എഴുതി അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഇന്ന് എല്ലാവരും ഒന്നാണ്, എല്ലാ രാഷ്ട്രങ്ങളും ഒന്നാണ്, എല്ലാവരും തമ്മിൽ കരുതുന്നു എന്നൊക്കെ പറയുന്നത് ഒരു കള്ളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എത്രയോ വിശുദ്ധമായ നുണകളിലാണ് നമ്മൾ നമ്മുടെ ഒരുമ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഉടമ്പടിയുടെ ആഹാരം ഒരുമയുടെ ആഹാരമാണ്. വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നതാണ്, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അത് ഉടമ്പടിയുടെ ആഹാരമാണെങ്കിൽ അത് ഒരുമയുടെ ആഹാരമായി മാറണം. വ്യത്യാസങ്ങളും അത് ജാതി, മത, വർഗ, വർണ്ണ എന്തുവാട്ടെ വ്യത്യാസങ്ങളില്ലായ്മ ചെയ്യുന്നതാകണം. പക്ഷേ അത് വ്യത്യാസങ്ങളില്ലായ്മ ചെയ്യുന്നത് ആണ് എന്ന് നമ്മൾ എത്ര പറഞ്ഞാലും അതൊരു വിശുദ്ധ നുണ മാത്രമായി മാറുകയാണ്. കാരണം അങ്ങനെ അല്ല എന്നുള്ളത് നമുക്ക് അറിയാം. അതുകൊണ്ട് അത് അങ്ങനെ അല്ലാതായി തീരണം. ആഹാരം ഒരുമയുടെ ഉടമ്പടിയുടെ ബന്ധമാണ്. ഒന്നുകൂടെ പറഞ്ഞ് ഈ ഒരു പോർഷൻ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ബ്രേക്ക് എടുക്കാം. ആഹാരവും അധികാരവും. ഈ ആഹാരം എപ്പോഴും അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദാനിയേലും കൂട്ടരും ആഹാരം വേണ്ട എന്ന് പറയാൻ കാരണം ഒരധികാരത്തിന് വേണ്ട എന്ന് പറഞ്ഞതാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. ആഹാരം, ഈ മിസ്രൈമിൽ ആഹാരം അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു. എന്നാൽ ദൈവം നൽകുന്ന ആഹാരം അത് സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ അത് വ്യത്യസ്തമാണ്. അത് വളരെ വ്യത്യസ്തമായൊരു ഒരു അധികാരത്തെയാണ് കാണിക്കുന്നത്. ഈ ബെന്യാമീൻ്റെ ഒരു പുസ്തകമാണ് പ്രവാചകന്മാരുടെ 2-ാം പുസ്തകം. ആടുജീവിതമൊക്കെ എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതിയ പുസ്തകം. മനോഹരമായൊരു പുസ്തകമാണ് അത്. ആടുജീവിതത്തിനേക്കാൾ കൂടുതൽ ഒക്കെ വായിക്കാൻ ഒരുപക്ഷെ നമുക്കൊരു ക്രൈസ്തവ വിശ്വാസമുള്ളവർക്ക് വായിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണ്. കുറച്ച് വ്യത്യസ്തമായ ചിന്തയിലൊക്കെ അദ്ദേഹം എഴുതിയാണ്. അതിൽ അദ്ദേഹം കാനാവിലെ കല്യാണ വീട്ടിലെ അത്ഭുതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അത്ഭുതം എന്നുള്ളത്? കാനാവിലെ കല്യാണ വീട്ടിലെ അത്ഭുതം എന്ന് അദ്ദേഹം പറയുന്നത്, അന്ന് യേശുവിൻ്റെ കാലത്ത് ഈ എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിക്കാത്തവരും വരും. എന്നാൽ ക്ഷണിച്ചവർക്ക് മാത്രമേ വീഞ്ഞ് വിളമ്പുകയുള്ളായിരുന്നു. ക്ഷണിക്കാത്ത വരുന്നവർക്ക് അവസാനത്തെ പന്തിയാണ്, അവിടെ വീഞ്ഞ് വിളമ്പാറില്ല. നമ്മുടെ ഈ വിവാഹ സൽക്കാരങ്ങളിലൊക്കെ പണ്ട് ക്ഷണിക്കാതെ അവസാനം വന്നിരുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഇങ്ങനെ
കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളൊക്കെ. അതുപോലെ ക്ഷണിക്കാതെ വരുന്നവരാണ്, അവർക്ക് വീഞ്ഞ് വിളമ്പാറില്ല, ആ പന്തിയിൽ വീഞ്ഞില്ല. യേശു ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥിയായ യേശു എന്നാൽ ആ ക്ഷണിക്കപ്പെട്ടവരോട് കൂടെ ഇരുന്നില്ല. അവസാനത്തെ പന്തി വരെ കാത്തിരുന്നു. അവസാനത്തെ പന്തി ആയപ്പോൾ ഈ ക്ഷണിക്കപ്പെടാതെ വന്നവരെല്ലാം കൂടി ഇരുന്നു. അവർക്ക് വീഞ്ഞ് വിളമ്പാൻ പറ്റത്തില്ല. എന്നാൽ ക്രിസ്തു, അവൻ ക്ഷണിക്കപ്പെട്ടവനായതുകൊണ്ട് ക്രിസ്തുവിന് വീഞ്ഞ് വിളമ്പേണ്ട അത്യാവശ്യമാണ്. ഇതൊരു ഉടമയെ സംബന്ധിച്ചൊരു പ്രശ്നമായി. വിളമ്പണോ വേണ്ടയോ? വിളമ്പണമെന്ന് ക്രിസ്തു നിർബന്ധം പിടിച്ചു. അവസാനത്തെ പന്തിയിലും വീഞ്ഞ് വിളമ്പിയതാണ് ആ കാനാവിലെ കല്യാണ വീട്ടിലെ അത്ഭുതമെന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. മനോഹരമായൊരു ചിന്ത കൂടിയാണത്. ഇത് വേദവിപരീതമായൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു എഴുത്തുകാരൻ്റെ അനുഭവം, കഥ പറഞ്ഞതാണ്, സംഭവം പറഞ്ഞതാണ്. അതൊരു ഒരു മനോഹരമായ ചിന്ത കൂടിയാണ്. ഈ അധികാരത്തിൻ്റെ ചിഹ്നമായ ആഹാരത്തെ പങ്കിടലിൻ്റെ ചിഹ്നമാക്കി മാറ്റിയതാണ് കുർബാന. അധികാരത്തിൻ്റെ ചിഹ്നമായി ആഹാരത്തെ പങ്കിടലിൻ്റെ ചിഹ്നമാക്കി മാറ്റിയെങ്കിൽ, എല്ലാവർക്കും വീഞ്ഞ് വിളമ്പണമെന്ന് പറഞ്ഞതാണ് കാനാവിലെ ഈ കല്യാണ വീട്ടിലെ അത്ഭുതമെങ്കിൽ, കുർബാന നമ്മളോട് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ വിളമ്പണം. എല്ലാവർക്കും വിശപ്പുള്ളവരാണ്, എല്ലാവരും ഒരേപോലെ ലഭിക്കേണ്ടവരാണ്. അധികാരത്തിൻ്റെ ചിഹ്നമല്ല ആഹാരം, ആഹാരം പങ്കിടലിൻ്റെ ചിഹ്നമായി മാറണം. അത് പഠിപ്പിക്കുന്നതാണ് കുർബാന. അങ്ങനെ പങ്കിടലിൻ്റെ ചിഹ്നമാകുവാൻ നമ്മുടെ ഓരോ കുർബാനകളും മാറേണ്ടത് അത്യാവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉടമ്പടിയുടെ ഭക്ഷണത്തെക്കുറിച്ചായിരുന്നു. ഉൾക്കൊള്ളലിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈ ഉൾക്കൊള്ളൽ എന്ന് പറയുന്നത്, ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ഈസി. അതത്ര എളുപ്പമുള്ള സംഗതിയൊന്നുമല്ല. ആൻഡ് ഇറ്റ്സ് ഡേഞ്ചറസ് ടു, അപകടം കൂടിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പറയാറുണ്ട്, ഈ ആതിഥ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഈസ് ഡേഞ്ചറസ് എന്ന് പറയാറുണ്ട്. നമ്മൾ ഈ അതിഥികളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതിൽ ഒരു അപകടം കൂടിയുണ്ട്. അതെങ്ങനെയുള്ള ആളാണ്, അത് എപ്രകാരമായിരിക്കും അതിൻ്റെ ഫലം എന്നൊക്കെ ഉള്ളതൊരു അത്ര നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ചില പഠിതാക്കളൊക്കെ ഈ ആതിഥ്യത്തെ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കലിനെയൊക്കെ ഈ മെറ്റേണിറ്റിയുമായി, ഗർഭാവസ്ഥയുമായി, കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിനുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്തൊരു ഒരു വണ്ടറുണ്ട്, ഒരു അത്ഭുതമുണ്ട്. അതേ സമയത്ത് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, എന്തായിത്തീരും, എങ്ങനെയായിരിക്കും എന്നൊക്കെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ചേർത്ത് പിടിക്കുന്നത് എപ്പോഴും ഒരു അപകടമുണ്ട്. ക്രിസ്തു ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഭക്ഷണ കൂട്ടായ്മകളാണ് ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നയിച്ചത്. ഈ ജീസസ് കിൽഡ് ആഫ്റ്റർ എ മീൽ, നോട്ട് എ സെർമൺസ്. അല്ലേ, പ്രസംഗത്തിന് ശേഷമൊന്നുമല്ല ക്രിസ്തുവിനെ കൊന്നത്, ആഹാരത്തിന് ശേഷമാണ്. അല്ലേ, അതല്ലേ, ആഹാരത്തിന് ശേഷമാണ് ക്രിസ്തു കുരിശിലേക്ക് പോയത്. ക്രിസ്തുവിൻ്റെ ഈ ആഹാരം മുഴുവൻ അധികാരത്തോടുള്ള വെല്ലുവിളിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ, തൻ്റെ പ്രവർത്തനത്തിൻ്റെ ആയുധമായി ഉപയോഗിച്ചതും ആഹാരത്തെയാണ്. വാക്കിനേക്കാൾ അപ്പുറം ആഹാരത്തെ ഉപയോഗിച്ചിരുന്നു. അല്ലേ, അതുകൊണ്ട് ക്രിസ്തു ആയുധം കൊണ്ടല്ല അധികാരത്തെ നേരിട്ടത്, മറിച്ച് ആഹാരം കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഇൻക്ലൂഷൻ ഒരു ഡേഞ്ചർ ആണെന്ന് പറയുന്നത്. ആദിമസഭ അങ്ങനെ ഈ ഒരു അപകടത്തെ സ്വീകരിച്ച സഭയാണ്. ഈ ഒരു ചേർത്തുപിടിക്കലിനെ സ്വീകരിച്ച സഭയാണ്. അതിൻ്റെ അപകടത്തെ സ്വീകരിച്ച സഭയാണ്. മുന്നോട്ട് പോട്ടെ. ആഹാരവും നീതിയും, ഫുഡ് ആൻഡ് ജസ്റ്റിസ്, ആഹാരവും നീതിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഈ ആഹാരം എന്നത് ഒരു കാരുണ്യത്തിൻ്റെ, ഒരു ചാരിറ്റി അല്ല, ഇറ്റ്സ് എ ജസ്റ്റിസ് ഇഷ്യൂ. അതൊരു നീതിയുടെ ചോദ്യമാണ്. പട്ടിണി, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പട്ടിണി ഒരു നിർഭാഗ്യമാണ്. അല്ല, അതൊരു അനീതിയാണ്. പട്ടിണിയെ നിർഭാഗ്യമായി കണക്കാക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. പട്ടിണിയുള്ളവരെ ആഹാരം കൊടുക്കണമെന്നത് നമ്മുടെ ഒരു ചാരിറ്റിയായി, ഞാനും അങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ ഈ പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിൽ ആഹാരം കൊടുക്കാറുണ്ട്. ഉച്ചയ്ക്ക് ഈ ആരും ഇല്ലാതിരിക്കുന്ന വീടുകളിൽ കൊണ്ട് ആഹാരം കൊടുക്കാറുണ്ട്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ സ്ഥാപനം ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. എന്നാൽ പലപ്പോഴും ആ പ്രവർത്തനം നടക്കുമ്പോഴും അതൊരു ചാരിറ്റി ആയിട്ടാണ് ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലെ അനീതിയെ പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ്. ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അന്നം എന്നൊരു കവിതയുണ്ട്. അന്നം എന്നൊരു കവിത അതിങ്ങനെയാണ്: തൃശ്ശിവപേരൂർ പൂരപ്പറമ്പ് കടന്ന് ഞാൻ ഒട്ടിയ വയറുമായി ഉച്ചയ്ക്ക് കയറി ചെന്നു, ഇത്ര മാത്രമേ ബാക്കിയെന്നോതി വൈലോപ്പിള്ളി.
ഇത്തിരി ചോറും മോരും ഉപ്പിലിട്ടതും തന്നു. ഞാൻ ഉണ്ണുന്നതും നോക്കി നിൽക്കുമ്പോൾ മഹാകവി താൻ അറിയാതെ കുറച്ചുറക്കെ പറഞ്ഞുപോയി, ആരു പെറ്റതാണവോ പാവമീ ചെറുക്കനെ, ആരാകിലെന്ത അപ്പെണ്ണിൻ ജാതകം മഹാകഷ്ടം. അയ്യോ, കഷ്ടമായി, ഈ ഒരു ചെറുക്കനെ പ്രസവിച്ചതാരാണത്, ജാതകം കഷ്ടമാണല്ലോ. തിരിച്ചതിനുള്ള മറുപടിയായി പറയുന്നത്, എനിക്ക് ചിരി വന്നു, ബാഹുക ദിനമുന്തിക്കഴിക്കും അവിടുത്തെ ജാതകം ബഹുകേമം. ഈ അത് ഈ ഭീമനുമായോ ബാഹുകൻ എന്ന് പറയുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നത് ഒരു ഹൈന്ദവ മിത്തോളജിയിലുള്ളതാണ്. വലിയ ഒരു കാട്ട് നിറച്ച് വലിയൊരു വണ്ടി നിറച്ച് ആഹാരം കൊണ്ടുപോകുന്നതിനെക്കുറിച്ച്. അങ്ങനെ കഴിക്കുന്ന അങ്ങയുടെ ജാതകം ബഹുകേമം എന്നാണ് തിരിച്ച് പറയുന്നത്. ആര് പെറ്റതാണവോ പാവമീ ചെറുക്കനെ, ആരാകിലെന്താ പെണ്ണിൻ ജാതകം മഹാകഷ്ടം എന്ന് പറയുമ്പോൾ അതൊരു ചാരിറ്റി ആയിട്ട്, ഒരു കാരുണ്യമായിട്ട് കണക്കാക്കിയാണ് തിരിച്ചു പറയുന്നത്. ഇതെല്ലാം എനിക്ക് കൂടെയുള്ള ആഹാരം കൂട്ടിവെച്ച് കഴിക്കുന്ന തൻ്റെ ജാതകം എന്ത് കേമാ എന്ന് തിരിച്ച് ചോദിക്കുമ്പോൾ അത് നമ്മളെല്ലാവരോടുമുള്ളൊരു, നമ്മുടെ മുഖത്തോടുള്ളൊരു ചോദ്യമാണ്. ആഹാരം അത് കാരുണ്യത്തിൻ്റെ പ്രശ്നമല്ല, അത് നീതിയുടെ പ്രശ്നമാണ്. ഭക്ഷണം ഒരു ജീവകാരുണ്യമല്ല, അത് നീതിയാണ്. അതുകൊണ്ടാണല്ലോ ഒരുപക്ഷെ ഈ പ്രവാചകന്മാരൊക്കെ ആരാധനയും ഭക്ഷണത്തെയും കൂടെ ചേർത്തിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം വായിക്കുമ്പോൾ നോമ്പിനെ കുറിച്ചുള്ള മനോഹരമായൊരു ചിന്ത, എന്താണ് നോമ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. നോമ്പിൻ്റെ ദിവസത്തിൽ ആദ്യ ഞായറാഴ്ചയൊക്കെ നമ്മൾ വായിക്കുന്ന പാഠമാണ് 58-ാം അധ്യായം യെശയ്യാ പ്രവാചകൻ. അപ്പോൾ അവിടെ പറയുന്നത് ഈ നോമ്പും ആരാധനയും വിശക്കുന്നവൻ്റെ മുൻപിലെ അപ്പത്തെക്കുറിച്ച് ചോദിക്കാതെ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. വേദപുസ്തക ചിന്തകളൊക്കെ ഈ ശബത്ത് വർഷം, യോവേൽ വർഷം നമ്മൾ കേട്ടിട്ടുണ്ട്. ലെവിയ പുസ്തകം 25-ാം അധ്യായത്തിലാണ്. അവിടെയൊക്കെ ഈ ഭൂമി ഇങ്ങനെ വെറുതെ ഇടണമെന്നും ആഹാരം എല്ലാവർക്കും കൊടുക്കണമെന്നും 7-ാമത്തെ വർഷം ഭൂമി വെറുതെ ഇടണമെന്നും 50-ാമത്തെ 7 വർഷം കൂടി 49 കഴിഞ്ഞ് 50-ാം വർഷം ജൂബിലി വർഷം, യോവേൽ വർഷം ഭൂമി എല്ലാവർക്കും തിരികെ കൊടുക്കണം. ആരുടെയും ഭൂമി എല്ലായ്പ്പോഴും നമുക്ക് അടിമത്വത്തിൽ വെക്കാൻ സാധിക്കില്ല, തിരിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇത് ഉടമയുടെ ഔദാര്യമല്ല, നീതിയുടെ പ്രശ്നമാണ്. എല്ലാ മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ ഡിഗ്നിറ്റി, ആഹാരം അത് ഒരു ഔദാര്യമല്ല, അതൊരു അവകാശമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. സ്വന്തം ഭൂമിയിൽ അധ്വാനിക്കാനുള്ള അവകാശം തിരിച്ചു കൊടുക്കുന്നതാണ് യോവേൽ സംവത്സരവും ശബത്ത് വർഷവും ഒക്കെ. സ്വന്തം ഭൂമിയിൽ അധ്വാനം ചെയ്ത് ആഹാരം വിളയിച്ച് അത് കഴിക്കുമ്പോഴുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കുന്നതാണ് യോവേൽ സംവത്സരം. വേദപുസ്തകത്തിലെ ഏറ്റവും ഒരു ചിന്ത, മനോഹരമായൊരു ഒരു ചിന്തയാണ് യോവേൽ സംവത്സരം, ജൂബിലി വർഷം, ലേവ്യ പുസ്തകം 25. എന്നാൽ ഈ വേദപുസ്തകം വായിച്ചാൽ ചരിത്രത്തിലെങ്ങും ഈ യോവേൽ സംവത്സരം ഇസ്രായേലിയർ ആഘോഷിച്ചിട്ടില്ല. അത്ര അപകടമാണ്. കാരണം ഭൂമിയെല്ലാം തിരിച്ചു കൊടുക്കണം, അടിമകളെല്ലാം വെറുതെ വിടണം. അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും ആഹാരം അത് കാരുണ്യത്തിൻ്റെ പ്രശ്നമാക്കി പൊതിച്ചോറ് കൊടുക്കാൻ ഞാൻ ഉൾപ്പെടെ നമുക്ക് എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ പുറകിലെ നീതിയുടെ ചോദ്യം വരുമ്പോഴാണ്, ഞാൻ കൂട്ടിവെച്ചിരിക്കുന്ന എൻ്റെ വീട്ടിലെ ഈ പാത്രങ്ങളിലാണ് മറ്റു പലരുടെയും ആഹാരം ഇരിക്കുന്നത് എന്ന ചോദ്യം വരുമ്പോൾ അത് പ്രശ്നമാണ്. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് ആഹാരം നീതിയുടെ പ്രശ്നം കൂടിയാണ്. കുർബാന ഈ നീതി നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നതാണ്. വിശുദ്ധ കുർബാന ഈ ചോദ്യം ചോദിക്കാതെ എത്ര കുർബാന അനുഷ്ഠിച്ചിട്ടും അനുഭവിച്ചിട്ടും അത് അർത്ഥമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചോദ്യം നമ്മളോടുണ്ടാകണം. നീതിയുടെ പ്രശ്നമാണ് ആഹാരം. ആ നീതിയുടെ ചോദ്യങ്ങൾ ഉണ്ടാകണം. ക്രിസ്തുവും ആഹാരവും, ഞാൻ തുടങ്ങിയത് തന്നെ ക്രിസ്തുവിൻ്റെ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് തന്നെ അവൻ പാപികളോട് ഭക്ഷണത്തിനിരിക്കുന്നു എന്നൊക്കെയാണ്, തിന്നിയും കുടിയനുമായ മനുഷ്യൻ എന്നൊക്കെയാണ്. ക്രിസ്തുവിൻ്റെ ഭക്ഷണമേശകളൊക്കെ ക്ഷമയുടെ ഇടമാണ്, സൈറ്റ് ഓഫ് ടേബിൾ ഓഫ് ഫോർഗിവ്നെസ്. അതിരുകളെ വിശാലമാക്കുന്ന ഇടമായിരുന്നു. ബൗണ്ടറി ബ്രേക്കിംഗ് ആൻഡ് സൈൻസ് ഓഫ് കിങ്ഡം, ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്തു ഭക്ഷണമേശയിലൂടെ തൻ്റെ പഠിപ്പിക്കലുകളൊക്കെ മുന്നോട്ട് വെച്ചത്? അതിന് കാരണം സമൃദ്ധമായ ജീവനിലേക്കുള്ള പാത ഒരു മാന്ത്രിക പാതയല്ല, അത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പാതയാണ്. the journey to the eternity is not a magical way, it's not an imaginative way, but it's a real way, and it deals with the
ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളോട് ഇടപെടുന്നതാണ് നിത്യത എന്ന് പഠിപ്പിക്കുന്നതാണ് ഒരു പക്ഷേ ക്രിസ്തുവിൻ്റെ ഭക്ഷണ മേശകളൊക്കെ. ഈ യേശുവിൻ്റെ ഭക്ഷണ മേശകളെല്ലാം അറിയുന്നതിനും പങ്കിടുന്നതിനും ഒക്കെയുള്ള അനുഭവമാണല്ലോ. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷവും യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതും എവിടെയാണ്? ഭക്ഷണ കൂട്ടായ്മയിലാണ്. നമുക്കറിയാലോ എമ്മൗസ്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ മനോഹരമായൊരു ചിത്രമാണല്ലോ എമ്മൗസ്. തിരിച്ചു വരുമ്പോൾ ഈ നമ്മുടെ കുർബാനയിലെ 2 ഭാഗങ്ങളാണ് ഈ ബ്രേക്കിംഗ് ഓഫ് ദി വേർഡ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, വചനത്തിൻ്റെ നുറുക്കലും അപ്പത്തിൻ്റെ നുറുക്കലും. ഇന്നലെ തിരുമേനി അത് പ്രസംഗി സെറാഫിൻ തിരുമേനി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അപ്പത്തിൻ്റെ നുറുക്കലും വചനത്തിൻ്റെ പങ്കുവയ്ക്കലും ഒക്കെ നുറുക്കലുമാണ്. ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡ്, അതാണ് ഫസ്റ്റ് പാർട്ട്. അടുത്തത് അനഫൂറ എന്ന് പറയുന്ന ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡ്. എമ്മൗസിൽ നടക്കുന്നത് രണ്ടുമാണ്. ആദ്യം വചനം മുറിച്ചു കൊടുക്കും, അതിനുശേഷം അപ്പോഴാണ് പറയുന്നത് അവൻ വചനം സംസാരിക്കുമ്പോൾ, അവൻ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലേ, ഫ്രം വേവറിങ് ഹാർട്ട് ടു ബേണിംഗ് ഹാർട്ട്. അതിനുശേഷം അപ്പം നുറുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഈ തിരിച്ചറിവ് നൽകുന്നതാണ്. ക്രിസ്തു കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഓരോ അന്നവും നമ്മുടെ കരങ്ങളിൽ എടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ തിരിച്ചറിവാണ്. എവറി മീൽ ആൻഡ് എവറി ബൈറ്റ് that assures the presence of Christ with us. ഓരോ ആഹാരപദാർത്ഥവും ഓരോ ആഹാരവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കൂടെയുണ്ട് എന്നുള്ളതാണ്. ഈ ആഹാരമാണ് വിഘടിച്ച് നിന്ന ക്രിസ്തു ശരീരത്തെ, സഭയെയൊക്കെ ഒന്നാക്കിയത് അല്ലേ. ഈ ആദിമസഭയുടെ പ്രത്യേകത, അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം, ആദിമസഭയുടെ പ്രത്യേകത അവർ ഒരുമിച്ച് അപ്പം നുറുക്കിയ സമൂഹമായിരുന്നു. ആ ഒരുമിച്ച് അപ്പം നുറുക്കിയ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് അവർ ഒരുമനപ്പെട്ട് അവരിൽ ബുദ്ധിമുട്ടുള്ളവർ ആരുമില്ലാതിരുന്നു എന്നൊക്കെ വായിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ എല്ലാം തമ്മിൽ പങ്കിടുന്ന അനുഭവമാണ് എന്നൊക്കെ വായിക്കുന്നു. അവർക്ക് എപ്പോഴൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളിലൊക്കെ ഇടപെട്ട ഒരു സമൂഹമാണ്. ഒരു ഡിസ്മെമ്പേർഡ് കമ്മ്യൂണിറ്റി ബിക്കം റീമെമ്പേർഡ് ത്രൂ എ മീൽ. ഇങ്ങനെ വിഘടിക്കപ്പെട്ട സമൂഹങ്ങൾ ഒന്നായി വന്നത് ഈ ഒരു ഭക്ഷണത്തിലൂടെയാണ്. അതുകൊണ്ട് കുർബാന ഇടവകകളെ ഒന്നാക്കുന്ന, ദേവാലയത്തെ ഒന്നാക്കുന്ന, സഭയെ ഒന്നാക്കുന്ന ഇടമാണ്, അല്ലെങ്കിൽ അനുഭവമാണ് കുർബാന, ആഹാരം. ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യം അവരോട് ചോദിക്കുന്ന ചോദ്യം, കുഞ്ഞുങ്ങളെ തിന്നുവാൻ വല്ലതുമുണ്ടോ? ഡു യു ഹാവ് സംതിങ് ടു ഈറ്റ്? തിന്നുവാൻ വല്ലതുമുണ്ടോ? കഴിക്കാൻ വേണം, അതല്ലേ പറഞ്ഞത്. നിങ്ങളുടെ പക്കൽ ഭക്ഷണമുണ്ടോ? ഭക്ഷണം ഉയർപ്പിൻ്റെ അടയാളം കൂടിയാണ്. എവറി മീൽ ഈസ് എ സിംബൽ ഓഫ് ഈസ്റ്റർ റിസറക്ഷൻ. എല്ലാ ആഹാരവും ഉയർപ്പിൻ്റെ ഒരു അടയാളം കൂടിയാണ്. ഓരോ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് എന്ന് പറയുന്നത് പോലെ അത് ഉയർപ്പിൻ്റെ അടയാളം കൂടിയാണ്. എവറി മീൽ ഈസ് എ സിംബൽ ഓഫ് ഈസ്റ്റർ. മുന്നോട്ട് പോകട്ടെ. വിശുദ്ധ കുർബാന രൂപാന്തരത്തിൻ്റെ ഭക്ഷണമേശ, ആസ് എ ട്രാൻസ്ഫോംഡ് മീൽ. വിശുദ്ധ കുർബാന ഒരു രൂപാന്തരത്തിൻ്റെ ഭക്ഷണമേശയാണ്. സാധാരണ മേശകളെ രൂപാന്തരത്തിൻ്റെ മേശകളാക്കി മാറ്റുന്നതാണ് വിശുദ്ധ കുർബാന. സാധാരണ മേശകളെ രൂപാന്തരത്തിൻ്റെ മേശകളാക്കി മാറ്റുന്നത്. നമുക്കറിയാം, ഈ അപ്പവും മീഞ്ഞും അന്നത്തെ സാധാരണ മനുഷ്യരുടെ സാധാരണ ഭക്ഷണമായിരുന്നു. ഈ ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ വളരെ ഓർഡിനറി മീലാണ്, വലിയ ലക്ഷൂറിയസ് മീലൊന്നും അല്ലായിരുന്നു. വളരെ സാധാരണ ആഹാരമായിരുന്നു. നമ്മുടെ കപ്പയും എന്നൊക്കെ പറയുന്നത് പോലെ വളരെ സാധാരണ ആഹാരം. ആ സാധാരണ അനുഭവത്തെയാണ്, വസ്തുവിനെയാണ് ക്രിസ്തു ദൈവകൃപയുടെ ചാലകങ്ങളാക്കി മാറ്റിയത്. ഗോഡ് ചൂസസ് കോമൺ ഫുഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഡിവൈൻ ഗ്രേസ്. വലിയ കാര്യങ്ങളൊന്നുമല്ല, കൊച്ചു കൊച്ചു അനുഭവങ്ങളെയും ദൈവകൃപയുടെ ചാലകങ്ങളായി കാണാനൊക്കും. അതാണ് കുർബാന പഠിപ്പിക്കുന്നത്. ആൻഡ് എവറി മൊമെന്റ്, our ordinary moment has the capacity to be the channels of divine grace. ദൈവകൃപയുടെ അടയാളങ്ങളായി, ചാലകങ്ങളായി മാറുവാൻ കൊച്ചു കാര്യങ്ങൾക്ക് പോലും പറ്റും അല്ലേ. കൊച്ചു കുഞ്ഞിൻ്റെ പുഞ്ചിരി അത് കൃപയുടെ ഒരു അടയാളമാണെങ്കിൽ ഒരു സാധാരണമല്ലേ. നമ്മുടെ പുഞ്ചിരിയും കൃപയുടെ അടയാളമായിട്ട് മാറാം. നമ്മുടെ വാക്കുകൾ, ഒരു തോളിൽ തട്ടുന്നത്, എ പാറ്റ്, അതും ഒരു കൃപയുടെ അടയാളമായിട്ട് മാറാം. എവറി സിംഗിൾ മൊമെന്റ് can become the channel of divine grace. ദൈവകൃപയുടെ
അടയാളമായി മാറാൻ ഒക്കും എന്നുള്ളതാണ്. സാധാരണ അനുഭവങ്ങളെ ആഘോഷത്തിൻ്റെ ഇടങ്ങളാക്കി മാറ്റിയതാണ് ഈ ക്രിസ്തുവിൻ്റെ കുർബാന. ക്രിസ്തു ആഘോഷിച്ച ആളാണ്. ഈ റോവൻ വില്യംസ്, പഴയ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ ബീയിങ് ക്രിസ്ത്യൻ, ബാപ്റ്റിസം, യൂക്കറിസ്റ്റ് ആൻഡ് പ്രെയർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു രസകരമായ ചിന്തയുണ്ട്. അന്നത്തെ ക്രിസ്തുവിൻ്റെ കാലത്തിൽ പാലസ്തീനിലൂടെ എവിടെയെങ്കിലുമൊക്കെ ആളുകൾ വലിയ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടക്കുന്നുവെങ്കിൽ, വലിയ ആഘോഷം നടക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നാണ്. നമ്മൾ ഈ ക്രിസ്തുവിനെ കാണുമ്പോൾ വളരെ മെലങ്കാളിക്കായിട്ട്, വളരെ ദുഃഖകരമായി ഒരു ക്രിസ്തുവിനെയാണ് കാണുന്നത്. ക്രിസ്തു കൊച്ചു കൊച്ചു അനുഭവങ്ങളെയും ആഘോഷിച്ച ആളാണ്. നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയൊക്കെയോ നമ്മുടെ ഒരു പ്രസംഗങ്ങളുമൊക്കെ ഈ ആഘോഷങ്ങളെയൊക്കെ വളരെ നെഗറ്റീവായി കാണാറുണ്ട്. ക്രിസ്തു ആഘോഷിച്ച ആളാണ്, പൊട്ടിച്ചിരിച്ച ആളാണ്, ആഘോഷിച്ച ആളാണ്. കൊച്ചനുഭവങ്ങളെപ്പോലും, ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും ആഘോഷിച്ച ആളാണ് ക്രിസ്തു. നമ്മളോട് ഈ കുർബാന ആവശ്യപ്പെടുന്നതും അതാണ്. കൊച്ചു അനുഭവങ്ങളെപ്പോലും ആഘോഷിക്കാനൊക്കണം, കുറച്ച് ചെറിയ ചെറിയ അനുഭവങ്ങളെപ്പോലും. അതുകൊണ്ടാണല്ലോ ക്രൂശിൻ്റെ തൊട്ട് മുമ്പ് അവർ ആഹാരം കഴിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നത് ഗത്സമനിലേക്ക് പോകുമ്പോൾ അവർ സ്തോത്രം പാടി ഒലിവുമലയ്ക്ക് പോയെന്നാണ്. നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് പോകണമെങ്കിൽ അത്ര സന്തോഷത്തോടു കൂടിയാണ് പോയത്. അതുകൊണ്ട് ക്രിസ്തു ജീവിതത്തെ വളരെ സന്തോഷകരമായി സ്വീകരിച്ച ആളാണ്. കുർബാന ഈ വളരെ വേദന ഓർക്കുന്നതോ വേദനപ്പെടുത്തുന്നതോ ആയ അനുഭവം അല്ല, ആഘോഷിക്കാൻ പറയുന്ന അനുഭവമാണ്. സെലിബ്രേറ്റ് യുവർ ലൈഫ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് ചേർന്ന് ആഘോഷിക്കണം. ക്രിസ്തു ഈ അത് ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റും ഹോളിനെസ് ഓഫ് ദി ഡെയിലിനെസ്. നമ്മുടെ അനുദിന ജീവിത അനുഭവങ്ങളൊക്കെ വിശുദ്ധമാണ്. എവറി സിംഗിൾ മൊമെൻ്റ് ഈസ് ഹോളി. ഹോളിനെസ് ഓഫ് ദി ഡെയിലിനെസ്. കുർബാന അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കൊച്ചു കൊച്ചു അനുഭവങ്ങളും വിശുദ്ധമാണ്, അല്ലേ? ഈ കുർബാനയുടെ ശബ്ദവും അടുക്കളയുടെ ശബ്ദവും ഒന്നാണ് എന്ന് പറയാറുണ്ട്. കുർബാന എടുക്കുമ്പം കേൾക്കുന്ന ശബ്ദം ഈ സ്പൂണും പാത്രവും തമ്മിലൊക്കെ കൂട്ടിമുട്ടുന്ന ശബ്ദമാണ്, അല്ലേ? രണ്ട് തട്ടൊക്കെ തട്ടുകയാണെങ്കിൽ സ്പൂണും അതെവിടെയാണ് കേൾക്കുന്നത്? അടുക്കളയിലാണ്. അപ്പോൾ കുർബാനയുടെ ശബ്ദവും അടുക്കളയുടെ ശബ്ദവും ഒന്നാണ് എന്ന് ഷീല ടോമി എന്ന എഴുത്തുകാരി, നിങ്ങൾക്ക് കുറച്ച് വിവരങ്ങളും വായിച്ചിട്ടുണ്ടെങ്കിൽ, വല്ലി നദി എന്നൊക്കെ പറയുന്ന പൊതുപുസ്തകങ്ങളൊക്കെ എഴുതുകയാണ്. അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ ഷീല ടോമി പറഞ്ഞു, ഈ സുവിശേഷത്തിലെ ക്രിസ്തു അടുക്കളയിൽ കയറിയിട്ടില്ല, എന്നാൽ ക്രിസ്തു ആഹാരം പാചകം. ഹി വാസ് എ മാസ്റ്റർ ഷെഫ്, അല്ലേ? ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് മോത്തിയച്ഛൻ ഞങ്ങളുടെ ചെങ്ങന്നൂർ വന്ന് പറഞ്ഞു ക്രിസ്തുവാണ് ബാർബിക്യൂ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. ഈ ഇവിടെ ദബറിയാസിൽ ബാർബിക്യൂ കണ്ടുപിടിച്ച ക്രിസ്തുവാണ്. ക്രിസ്തു ഒരു നല്ല ഷെഫാണ്, അല്ലേ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ. എന്നാൽ ക്രിസ്തു അടുക്കളയിൽ കയറിയിട്ടില്ല. അതിന് കാരണം എന്താ? കാരണം ഈ പുരുഷന്മാർ സുവിശേഷം എഴുതിയതുകൊണ്ടാണ്. ഏതെങ്കിലും സ്ത്രീ സുവിശേഷം എഴുതിയിരുന്നുവെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചായയെങ്കിലും ക്രിസ്തു ഇട്ടേനെ, അല്ലേ? ഒരു ചായയെങ്കിലും ഇടാത്തൊരു ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഈ സ്ത്രീകൾക്ക് ചിന്തിക്കാൻ ഒക്കുമോ? അടുക്കളയുടെ ശബ്ദവും കുർബാനയുടെ ശബ്ദവും ഒന്നാ, പാത്രം കൂട്ടിമുട്ടുന്ന ശബ്ദമാണ്. ക്രിസ്തു അടുക്കളയിൽ കയറാത്തതിന് കാരണം ഞങ്ങൾ പുരുഷന്മാർ സുവിശേഷം എഴുതിയത് കൊണ്ട് മാത്രമാണ്. സ്ത്രീകളാണ് എഴുതിയിരുന്നെങ്കിൽ ആരെങ്കിലും പത്രോസിൻ്റെ അമ്മായിയമ്മ പനിയായിട്ട് കിടന്നപ്പോൾ ഒരു ചായയെങ്കിലും ക്രിസ്തു ഇട്ട് കൊടുക്കുമായിരുന്നു, യാതൊരു സംശയമില്ല. അങ്ങനെയുള്ളൊരു ക്രിസ്തു തന്നെയാണ് വേദപുസ്തകത്തിലെ ക്രിസ്തു. അതുകൊണ്ട് അത് അടുക്കളയുടെ ശബ്ദത്തെയും കുർബാനയുടെ ശബ്ദമാക്കി മാറ്റുന്ന ഹോളിനെസ് ഓഫ് ഡെയിലിനെസ്. അതാണ് ഒരുപക്ഷെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, കുർബാന നമ്മെ പഠിപ്പിക്കുന്നത്. അടുക്കളയുടെ ശബ്ദത്തിനും ഒരു വിശുദ്ധിയുണ്ട്, അതും വിശുദ്ധമാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് നോക്കണം. 2, വിശുദ്ധ കുർബാന പങ്കിടലിൻ്റെ രാഷ്ട്രീയമാണ്. ഷെയറിങ്, പൊളിറ്റിക്സ് ഓഫ് ഷെയറിങ്, ഫ്രം പ്രൈവറ്റ് കൺസംഷൻ ടു ഷെയർഡ് കമ്മ്യൂണിയൻ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഭക്ഷണമേശകളാണ് ഏറ്റവും വലിയ ഒഴിവാക്കലുകൾ സംഭവിക്കുന്ന ഇടം. എന്നാൽ വിശുദ്ധ കുർബാന പങ്കിടലിൻ്റെ പഠിപ്പിക്കുന്ന അനുഭവമാണ്. കുർബാന ട്രാൻസ്ഫോംസ് ഫുഡ് ഇൻ ടു കമ്മ്യൂണിയൻ. ആഹാരത്തെ കൂട്ടായ്മയായി മാക്കുന്നതാണ് കുർബാന. ഈ കൂട്ടായ്മ എന്ന വാക്കിനെക്കുറിച്ച് നമ്മുടെ തിരുമേനി ആയ ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. കൂട്ടായ്മ, അയിമ എന്ന വാക്ക് എല്ലാം തെറ്റാണെന്ന് പറയുന്നത് തിരുമേനി പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കൂട്ടാൻ കൂടാത്തത് എന്നുള്ളതാണ്. എന്നാൽ അത് കൂട്ടായ്മ പിന്നെ ഒരുപക്ഷെ നമ്മുടെ ഉപയോഗിച്ച് കൂട്ടായ്മ വളരെ വളരെ പോസിറ്റീവായിട്ട് മാറി. ഏതൊരു സാധാരണ ഭക്ഷണത്തെ കൂട്ടായ്മയുടെ അനുഭവങ്ങളാക്കി മാറ്റുന്നതാണ് കുർബാന. ഒരുപക്ഷെ അത് വാസ്തവമാണ്. ക്രിസ്തുവിൻ്റെ കുർബാന കൂട്ടായ്മയുടെ അനുഭവമാണ്. എല്ലാവരും ഈ കൂട്ടായ്മയുടെ അനുഭവക്കാരായി മാറുകയാണ്. ഇല്ലെങ്കിൽ, കൂട്ടായ്മയുടെ അനുഭവം ആകുന്നില്ലെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ കനേഡിയൻ പ്രൈം മിനിസ്റ്ററിൻ്റെ പ്രസംഗം,
അദ്ദേഹം മറ്റൊരു കാര്യം അതിൽ പറഞ്ഞു, ഇഫ് വി ആർ നോട്ട് അറ്റ് ദ ടേബിൾ വിൽ ബി ഓൺ ദ മെനു. നമ്മൾ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമിരുന്ന് കൂട്ടായ്മ അനുഭവിക്കാൻ ഒത്തില്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലെ ഒരു 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 വസ്തുവായി മാറാം, മെനുവായി മാറാം. നമ്മളെയും തിന്നേക്കാം, നമ്മളെയും ഇല്ലായ്മ ചെയ്തേക്കാം. മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്നതല്ല ഭക്ഷണമേശകൾ, കൂടെ ഇരുന്ന് ഭക്ഷണമേശകളാണ്. ഈ ഭക്ഷണമേശ നമ്മുടെ വീടിൻ്റെ ആണെങ്കിലും ഈ പഴയ എല്ലാ ഭക്ഷണമേശയൊക്കെ സാധാരണ എല്ലാ ഭക്ഷണമേശ ഈ ഓവൽ ഷേപ്പിലൊക്കെ ഉള്ളതായിരുന്നു അല്ലേ, അല്ലെങ്കിൽ റൗണ്ട് ടേബിൾ എന്നൊക്കെ പറയുന്നത് പോലെ. ഈ സ്ക്വയർ ആണെങ്കിലും എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ഈ അതിൽ നേതൃത്വമൊന്നും അങ്ങനെ ഇല്ല, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതാണ്. അതാണ് പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിശുദ്ധ കുർബാനയെ നീതിപൂർവമായ ഭക്ഷണ വിതരണത്തോട് ചേർത്ത് പഠിപ്പിക്കുന്നത്. കുർബാന ഒരുപക്ഷെ വേദപുസ്തകത്തിലെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആദ്യത്തെ പഠിപ്പിക്കൽ കൊരിന്ത്യ ലേഖനത്തിലാണ്. ആ കൊരിന്ത്യ ലേഖനത്തിലെ ആദ്യത്തെ പഠിപ്പിക്കൽ പറയുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഒരുവൻ വിശന്നവനും മറ്റൊരുവൻ അമിതാഹാരത്തിൻ്റെ ലഹരിയിലും ഇരിക്കുന്നതിനെ വിമർശിച്ചതിന് ശേഷമാണ് ഈ കുർബാനയെക്കുറിച്ച് പറയുന്നത്. നീതിപൂർവമായ ലഭ്യത എല്ലാവർക്കും ലഭിക്കണം എന്നുള്ളതാണ്. അപ്പം നുറുക്കൽ എന്ന് പറയുന്നത് നീതിപൂർവമായി എല്ലാവർക്കും ലഭിക്കണമെന്ന് മാത്രമല്ല, അപ്പം നുറുക്കാനുള്ള ഒരു ആഹ്വാനം ക്രിസ്തു നൽകുന്നത് അപ്പം നുറുക്കാനല്ല. ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുന്നത് അപ്പം മുറിക്കുന്നതിനല്ല, എന്നെ തന്നെ ഞാൻ മുറിച്ചു നൽകിയതുപോലെ നിങ്ങളും മുറിച്ചു പങ്കിടണം. അതാണല്ലോ തിരുമേനി പല പ്രാവശ്യം പറഞ്ഞത്. മുറിക്കാൻ പറയുന്നത് അപ്പത്തെ അല്ല, നമ്മെ തന്നെയാണ്. നമ്മെ തന്നെ മുറിക്കാൻ നമുക്കൊക്കണം. നമുക്ക് നമ്മെ തന്നെ മുറിക്കാൻ ഒക്കുമ്പോഴാണ് കുർബാനയാകുന്നത്. ഞങ്ങൾ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച 1-2 പേരുണ്ട് അച്ഛന്മാർ ഇവിടെ ഈ ഭദ്രാസനത്തിൽ. ഞങ്ങൾ പഠിച്ച സമയത്ത് അന്ന് ഈ വനിതാ വിമൻ ഓഫ് ദി ഇയർ അവാർഡൊക്കെ ലഭിച്ച ദയാബായി അവിടെ നിൽക്കുന്ന സമയത്താണ്. ദയാബായി വലിയ ഈ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണ്. ദയാബായി സെമിനാരിയിൽ വന്നു. ദയാബായി അന്ന് അവിടെ വന്നപ്പോൾ ദയാബായിയുടെ അനുഭവങ്ങളൊക്കെ പങ്കിട്ടു. മെഴ്സി മാത്യു എങ്ങനെയാണ് ദയാബായി ആയതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദയാബായി ആയപ്പോൾ അവരുടെ സൗന്ദര്യമുള്ള ദേഹം വിരൂപമാക്കാൻ വേണ്ടി മെഴുകുതിരി ഉരുക്കി ഒഴിച്ച കഥകളും ഒക്കെ ഞങ്ങളോട് പങ്കുവെച്ചതിന് ശേഷം ഈ ദയാബായി പറഞ്ഞു, കോൺവെൻറ്റിൽ നിന്ന് ഈ ആദിവാസികളായ മനുഷ്യരുടെ അടുക്കിലേക്ക് പോയപ്പോഴുള്ള ആദ്യത്തെ പ്രധാന പ്രശ്നം ദിവസവും കുർബാന പങ്കെടുക്കാൻ ഒക്കുന്നില്ല. ഈ കത്തോലിക്കരെ സംബന്ധിച്ച് എല്ലാ ദിവസവും കുർബാനയുണ്ട്, അതിൽ പങ്കെടുക്കാൻ ഒക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അവർ ഞങ്ങളോട് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് കുർബാന എന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കിയപ്പോൾ ആ വിഷമമില്ലാതായി. കാരണം ക്രിസ്തു അപ്പം നുറുക്കിയതല്ല കുർബാന, തന്നെ മുറിച്ചു നൽകിയതാണ് കുർബാന. ക്രിസ്തു തന്നെ തന്നെ മുറിച്ചു നൽകിയത് കൊണ്ട് ഞാൻ എന്നെ തന്നെ മുറിച്ച് നൽകാൻ തയ്യാറാണ്, ഓരോ നിമിഷവും ഞാൻ കുർബാനയായി മാറുകയാണ് എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് നിർത്തിയില്ല. അത് കഴിഞ്ഞ് ഈ വെള്ളക്കുപ്പായത്തിൻ്റെ ആ ഒരു തിളക്കം പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരോടൊക്കെ ചോദിച്ചു, ക്യാൻ യു ബി എ കുർബാന, നിങ്ങൾക്കൊരു കുർബാനയാകാൻ ഒക്കുമോ? ഒരു വലിയ വെല്ലുവിളിയാണ്. കുർബാന അനുഷ്ഠിക്കാൻ ഒക്കുമോ എന്നല്ല ചോദിച്ചത്. ഞാൻ എന്നെ തന്നെ മുറിച്ച് ഈ ആദിവാസികളായ മനുഷ്യർക്ക് നൽകിയപ്പോൾ എന്നെ തന്നെ ഞാൻ കുർബാനയാക്കി മാറ്റിയതാണ്. നിങ്ങൾക്ക് കുർബാനയാകാൻ ഒക്കുമോ? കുർബാന എത്ര ഈണത്തിൽ ചൊല്ലണം, അത് എങ്ങനെ മനോഹരമാക്കണം എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഞങ്ങളോട് ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് കുർബാന നിങ്ങൾക്ക് കുർബാന അനുഷ്ഠിക്കാൻ ഒക്കുമോ എന്നുള്ളതല്ല, ക്യാൻ യു ബി എ കുർബാന, നിങ്ങൾക്ക് കുർബാനയാകാൻ ഒക്കുമോ? ക്രിസ്തു മുറിച്ചു നൽകിയതാണ്. ക്രിസ്തു മുറിച്ചു നൽകിയത് തന്നെ തന്നെയാണ്. ആവശ്യക്കാരന്, വിശപ്പുള്ളവന് തന്നെ തന്നെ മുറിച്ചു നൽകിയവനാണ്. ഈ വിശപ്പുള്ളവനെ അവഗണിക്കുന്ന സഭയ്ക്ക്, ഇടവകയ്ക്ക് എങ്ങനെ കുർബാന അനുഷ്ഠിക്കാൻ ഒക്കും? സാധിക്കുമോ? വിശപ്പുള്ളവരെ അവഗണിക്കുന്ന ഒരു സഭയ്ക്കും കുർബാന അനുഭവിക്കാനോ അനുഷ്ഠിക്കാനോ യോഗ്യതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് അനുഷ്ഠിക്കാൻ, ഇത് നിങ്ങളോട് മാത്രമല്ല കേട്ടോ, ഞാനിവിടെ മാറി നിന്ന് ദൂരെ നിന്ന് എന്നെ മാറ്റി നിർത്തി ചോദിക്കുന്ന ചോദ്യമൊന്നുമല്ല, നമ്മൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്കിത് അനുഷ്ഠിക്കാനോ അനുഭവിക്കാനോ ഉള്ള യോഗ്യത, ഇൻകൊട്ടേഷൻ യോഗ്യത ഉണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിശുദ്ധരല്ല, നിൻ്റെ പരിശുദ്ധിയിലും യോഗ്യതയിലും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദൈവമേ പരിശുദ്ധനാകുന്നു, ബലവാനെ പരിശുദ്ധനാകുന്നു എല്ലാ ദിവസവും വന്നിങ്ങനെ ചൊല്ലി തീർക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അതിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾ വിശുദ്ധരല്ല, വി ആർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഹോളിനെസ്. ഞങ്ങൾ പൂർണ്ണമായും നിൻ്റെ വിശുദ്ധിയിൽ, നീ മാത്രമാണ് വിശുദ്ധൻ, നിൻ്റെ വിശുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് അടുത്ത് വരികയാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ കുർബാനകളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ യോഗ്യതയുള്ളവരാണോ എന്ന് നമ്മളോട് ചോദിക്കണം. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് ശിഷ്യരോട് ആവശ്യപ്പെട്ടപ്പോൾ പരസ്പരം ജീവൻ പകുത്തു നൽകുന്നതിനാണ് ക്രിസ്തു ആവശ്യപ്പെട്ടത്. മുന്നോട്ട് പോകട്ടെ.
വിശുദ്ധ കുർബാന ആതിഥ്യത്തിൻ്റെ ഭക്ഷണമേശയാണ്. ടേബിൾ ഓഫ് ഹോസ്പിറ്റാലിറ്റി. എല്ലാവരെയും അതിഥികളായി കാണുന്ന ഇടമാണ് കുർബാന. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ദൈവശാസ്ത്രജ്ഞൻ്റെ പേരുണ്ട്, മിറോസ്ലാവ് വൂൾഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. VOLF അല്ല VOLF. അദ്ദേഹം കുർബാനയ്ക്ക് ഒരു മനോഹരമായ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഒറ്റ സെൻറ്റൻസാണ്: ഡിവൈൻ മേക്കിംഗ് സ്പേസ് ഫോർ അസ്. വാട്ട് ഈസ് കുർബാന? ഡിവൈൻ മേക്കിംഗ് സ്പേസ് ഫോർ അസ്. ദൈവം നമുക്ക് വേണ്ടി ഇടമൊരുക്കുന്നതാണ് കുർബാന. അല്ലേ? എന്ത് മനോഹരമായൊരു ഡെഫിനിഷനാണ് കുർബാനയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ്. ദൈവം നമുക്ക് വേണ്ടി, കുഞ്ഞുങ്ങളെ പ്രാതൽ ഒരുക്കിയിട്ടുണ്ട്, വന്ന് കഴിച്ചുകൊള്ളുവിൻ. കം ലെറ്റ്സ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. അതല്ലേ കുർബാന? കം ലെറ്റ്സ് ഹാവ് മീൽ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്ന ആതിഥ്യത്തിൻ്റെ മേശയാണത്. മറ്റൊന്ന്, ഈ റോവൻ വില്യംസ് അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നു, ഫോർ ക്രിസ്ത്യൻസ് ടു ഷെയർ ഇൻ ദ യൂക്കറിസ്റ്റ് the Holy Communion means to live as people who know that they are always guest. നമ്മളെന്നും അതിഥികളാണ്. ആൻഡ് ക്രൈസ്റ്റ് നീഡ്സ് അവർ കമ്പനി. നമ്മളെന്നും അതിഥികളാണ്. ദൈവത്തിന് നമ്മുടെ സൗഹൃദം ആവശ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഇടമാണ് കുർബാന. ക്രിസ്തു ആതിഥേയനായിത്തീരുന്നതാണ്. എല്ലായിടത്തും അതല്ലേ, ക്രിസ്തു അല്ലേ ആതിഥേയനായി. അപ്പോൾ എടുത്ത് നുറുക്കി കൊടുത്തു. ക്രിസ്തു ആതിഥേയനാണ്, നമ്മൾ ക്രിസ്തുവിൻ്റെ അതിഥികളാണ്. ഈ അതിഥികളാണെന്ന് പറയുമ്പോൾ ഒന്ന്, നമുക്ക് അവകാശങ്ങളില്ല എന്നുള്ളതാണ് ഒന്ന്. അതിഥിക്കല്ലല്ലോ അവകാശം. എന്നാൽ തിരിച്ച് അതിഥികളാകുന്ന നമ്മൾക്ക് ആതിഥേയരാകാനും സാധിക്കണം. വി ആർ വെൽക്കം ടു വെൽക്കം. നമ്മളെ അതിഥികളാക്കിയത് മറ്റുള്ളവരെ അതിഥികളാക്കാനാണ്. ക്രിസ്തു നമ്മൾ അതിഥികളാണെന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതൊരു അവകാശമാണ്, അതേസമയത്ത് ഉത്തരവാദിത്വമാണ്. നമ്മൾക്ക് ആതിഥേയരാകാൻ സാധിക്കണം. ഒരേ സമയത്ത് അതിഥികളും ആതിഥേയരുമാണ്. വി ആർ ഗസ്റ്റ് ആൻഡ് ഹോസ്റ്റ് അറ്റ് സെയിം ടൈം. അതിഥികളുമാണ് ആതിഥേയരുമാണ്, അല്ലേ? വി ആർ വെൽക്കംഡ് ടു വെൽക്കം എന്ന് പറയാറുണ്ട്. ഈ ഹോസ്പിറ്റാലിറ്റി, ആതിഥേയത്വം, ഹോസ്പിറ്റാലിറ്റി എന്ന വാക്ക് രണ്ട് വാക്കിൽ നിന്നാണ് വന്നത്. ഹോസ്പിസ് ആൻഡ് പൊട്ടസ് എന്ന രണ്ട് വാക്കിൽ നിന്നാണ് വന്നത്. ഒന്ന് സ്ട്രേഞ്ചർ ആൻഡ് പവർ എന്നാണ്. പൊട്ടസ് എന്നാൽ പവർ എന്നാണ് അർത്ഥം. ഈ സ്ട്രേഞ്ചർ അത് ശത്രുവിന് അല്ലെങ്കിൽ അപരിചിതർക്ക് അധികാരം കൊടുക്കുന്നതാണ് ആതിഥേയത്വം. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു ആതിഥേയത്വം എന്നത്. ആതിഥേയത്വത്തെയും മെറ്റേണിറ്റിയും കൂടെ ബന്ധപ്പിച്ച് പറയാറുണ്ട്. ആതിഥേയം, ഹോസ്പിറ്റാലിറ്റിയും മെറ്റേണിറ്റിയും ഒരുപോലെയാണ്. അതിനകത്തൊരു അപരിചിതത്വമുണ്ട്, അതിനകത്തൊരു അൺസർട്ടനിറ്റി ഉണ്ട്, അതിനകത്തൊരു റിസ്ക് ഉണ്ട്, ഒരു ഡേഞ്ചർ ഉണ്ട്. ആതിഥേയരാക്കുക എന്ന് പറയുമ്പോൾ കൂടെ കൂട്ടാൻ കൊള്ളാത്തവരെ കൂടെ കൂട്ടുന്നതാണ് ആതിഥേയത്വം. അല്ലാതെ കൂടെ കൂട്ടാൻ പറ്റുന്നവരെ മാത്രം ചേർത്ത് പിടിക്കുന്നതല്ല. കൂടെ കൂട്ടാൻ കൊള്ളാത്തവരെയും കൂടെ കൂട്ടുന്നതാണ് ആതിഥേയത്വം. നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ കുർബാനയെക്കുറിച്ച് പറഞ്ഞാൽ കൂടെ ഉള്ളവന്മാരെ ഒരുത്തനെയെങ്കിലും കൂടെ കൂട്ടാൻ കൊള്ളായിരുന്നോ? ഒരാളെ പോലും കൂടെ കൂട്ടാൻ കൊള്ളാവുന്നവരല്ല കൂടെ ഇരുന്നത്. ഒരുത്തൻ തള്ളിപ്പറഞ്ഞവനാണ്, ഒരുത്തൻ ഒറ്റിക്കൊടുക്കാൻ പോയവനാണ്. മറ്റവന്മാരെല്ലാം കുരിശെന്ന് എഴുതി കാണിച്ചപ്പോഴേ ഓടിയോമാരാണ്. ഇവരെ ആരെയെങ്കിലും കൂടെ കൂട്ടാൻ കൊള്ളായിരുന്നോ? പിന്നെയും കൂടെ കൂട്ടാൻ ഒക്കാരുന്നത് സ്ത്രീകളെയാണ്. കാരണം കുരിശിൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ അടുത്ത് വരെ വന്നവരാ. പക്ഷേ അവരെ കൂട്ടിയില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയില്ല, അവരെയും കൂടെ കൂട്ടിയില്ലായിരിക്കാം. കൂട്ടിയോ കൂട്ടിയില്ല. ഇന്നും നമ്മൾ കൂട്ടാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ അവിടെ നിന്നാൽ മതി, ഞങ്ങൾ പറയും നിങ്ങൾ അകത്തോട്ട് കയറണോ വേണ്ടതെന്ന്. അപ്പോൾ ഈ കൂടെ കൂട്ടാൻ കൊള്ളാത്തവരെയും കൂടെ കൂട്ടിയതാണ് കുർബാന. അങ്ങനെയെങ്കിൽ ദാറ്റ് ഈസ് ഹോസ്പിറ്റാലിറ്റി. അതാണ് ആതിഥേയത്വം എന്ന് പറയുന്നത്. കൂടെ കൂട്ടാൻ കൊള്ളാവുന്നവരെ മാത്രമല്ല, കൂടെ കൂട്ടാൻ കൊള്ളാത്തവരെയും കൂടെ കൂട്ടി നിർത്തുന്നതാണ് ആതിഥേയത്വം. അതിലെല്ലാവരും വരും. അതിൽ പുരുഷന്മാരും സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം വരും. ആരെയൊക്കെയാണോ എല്ലാവരെയും കൂടെ കൂട്ടിയതാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊന്നും അന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെയൊക്കെ ഒരു ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ അങ്ങനെ കൂടെ കൂട്ടാൻ കൊള്ളാവുന്നവരൊന്നും അല്ല. കൂടെ കൂട്ടാൻ കൊള്ളാത്തവരെയാണ് ഒരു പക്ഷേ ക്രിസ്തു കൂടെ കൂട്ടിയത്. അതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. നമ്മുടെ കുർബാനയുടെ ഇടങ്ങളൊക്കെ ഞാൻ ഇടങ്ങളെക്കുറിച്ച് 3-ാമത്തെ ദിവസം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് കുറച്ചുകൂടെ പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇടങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് കൂടെ കൂട്ടാൻ ഒക്കണം. അന്ന് പറയാം. ഇന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് പറയാൻ ഒന്നും ഇല്ലാതെ വരുമല്ലോ. അപ്പോൾ കൂടെ കൂട്ടുന്നവരെ കൂട്ടാനൊക്കാത്തവരെയും കൂടെ നിർത്തുന്നതാണ് ക്രിസ്തുവിൻ്റെ ഈ ആദ്യ കുർബാന. ഇൻക്ലൂസീവ്നെസ് അതത്ര ഈ എളുപ്പമുള്ള സംഗതിയൊന്നുമല്ല.
അല്ലേ? അത് വിശാലമാകുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയിലാണ്. അതുകൊണ്ട് നമ്മുടെ ഊട്ടുമേശകളൊക്കെ, നമ്മുടെ ഭക്ഷണ കൂട്ടായ്മകളൊക്കെ കുർബാനകളാകണമെങ്കിൽ അതും കുറച്ചുകൂടെ വിശാലമാകണം. കുറച്ചുകൂടെ ഒക്കെ വിശാലമായി നമ്മുടെ ഭക്ഷണമേശകളെയും കൂടെ മാറ്റാൻ നോക്കണം. നമ്മുടെ വീടിൻ്റെ ഭക്ഷണമേശകളും വിശാലമാകണം. ഒരു കാലത്ത് നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിരുന്നവരാണ്. ഇന്ന് അതിന് സമയമില്ല എന്നുള്ളത് വാസ്തവമാണ്. ഈ പണ്ട് നമ്മൾ പറയുന്നൊരു വാക്കാണല്ലോ, ഈ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ, അല്ലേ? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് വസിക്കും. അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാവുന്ന വാക്കാണ് എ ഫാമിലി ദാറ്റ് ഡൈൻസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന കുടുംബമൊക്കെ ഒരുമിച്ച് നിൽക്കും. നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാൻ നോക്കണം. ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ, നമ്മുടെ ഭക്ഷണക്കൂട്ടായ്മയൊക്കെ ഒരുമിച്ചിരുന്ന് പങ്കിടാൻ, ഒരുമിച്ച് വർത്തമാനം പറയാൻ. ഈ പണ്ടൊക്കെ പറയുമായിരുന്നു, ഈ ആഹാരം കഴിക്കുമ്പോൾ വർത്തമാനം സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമായിരുന്നു. ഇന്ന് അത് നമുക്കൊന്ന് മാറ്റാം. അപ്പോഴേലും ഒന്ന് സംസാരിക്കണം, അല്ലേ? ഈ ചില സമയത്ത് നമുക്ക് പ്രയാസമാണ്. ഞാൻ ഉൾപ്പെടെ എൻ്റെ വീട്ടിൽ ഞാൻ പലപ്പോഴും ഒക്കെ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ആ സമയത്തായിരിക്കും കോൾ വരുന്നത്, നല്ല മെസ്സേജ് വരുന്നത്. അപ്പോൾ ഞാൻ എടുക്കും. എന്നോട് പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ എന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെക്കാവോ, ഇപ്പോഴേലും ഒന്ന് സംസാരിക്കാവോ എന്നാണ് ചോദിക്കുന്നത്. ചില സമയത്തൊക്കെ അന്നേരമായിരിക്കും ഇത് വരുമ്പോൾ ഒരു കോൾ എടുക്കുമ്പോഴായിരിക്കും അതിനകത്തൊരു മെസ്സേജ് കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ പുറകെ പോകും. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാ ചോദ്യം പറയുന്നത് വരും, എക്സ്ക്യൂസ് മീ, ഒന്ന് മാറ്റി വെക്കാവോ എന്ന് പറഞ്ഞാൽ ഭക്ഷണക്കൂട്ടായ്മകളൊക്കെ നമ്മുടെ കുർബാനകളായിട്ട് മാറണം. നമുക്ക് അവിടെയും സംഭാഷണങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുക. നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട, കുറച്ചൊക്കെ തെറിച്ച് അപ്പുറത്ത് വീണോട്ടെ. അത് സ്വന്തക്കാരാണെങ്കിൽ കേട്ടോ, ഭാര്യയും ഭർത്താവൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. വല്ലവരുടെയും അടുത്ത് പോയി സംസാരിച്ച് തെറിപ്പിച്ച് കളയരുത്. ഭാര്യയും ഭർത്താവോ മക്കളൊക്കെ ആണെങ്കിൽ തെറിച്ച് വീണെന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം. കാരണം അവിടെയെങ്കിലും നമുക്കൊന്ന് സംസാരിക്കുന്ന ഇടമായിട്ട് മാറണം. അവിടെയെങ്കിലും നമ്മൾ ഒരുമിച്ച് ഒരു ഇൻക്ലൂസീവ് എന്ന് പറയുന്നത് പോലെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന, കുറച്ചുകൂടി വിശാലമാക്കണം നമ്മുടെ ഭക്ഷണക്കൂട്ടായ്മകളൊക്കെ. ഈ പഴയ കാലത്തെ നമ്മുടെ വിവാഹ അനുഭവങ്ങളെന്നൊക്കെ പറയുന്നത്, വിവാഹ സൽക്കാരങ്ങളൊക്കെ ഈ കൂട്ടായ്മയുടെ അനുഭവങ്ങളായിരുന്നു. അത് നമ്മുടെ ഒരുമിച്ചുള്ള എല്ലാവരോടൊക്കെ ചേർന്ന് നമ്മുടെ പ്രാർത്ഥന, ഞാനിത് കണ്ടിട്ടുള്ള ആളാണ്. ഈ ഒരു ട്രാൻസിഷൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുന്ന കല്യാണം, എല്ലാവരോടും ചേർന്ന് വന്ന് നടത്തുന്നത്, അത് പതുക്കെ ഓഡിറ്റോറിയത്തിലോട്ട് മാറിയതൊക്കെ കണ്ട ഒരു പ്രായം അതാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കൂട്ടായ്മകൾ, ഭക്ഷണക്കൂട്ടായ്മകളെന്നൊക്കെ പറയുന്നത് ഒരു വലിയ വിശാലമായ കൂട്ടായ്മകളായിരുന്നു. ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരുമിച്ച് വന്ന് ചെയ്യുക. ഈ പ്രാർത്ഥനാ കൂട്ടങ്ങളായിട്ടൊക്കെ നമ്മൾ പള്ളികളെ തിരിച്ചത്, എൻ്റെ ചിന്ത, പണം പിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയൊന്നുമല്ല. അത് ഇന്ന് പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ നമ്മുടെ കളക്ഷൻ എളുപ്പമാണ്, പ്രാർത്ഥനാ പ്രതിപുരുഷനെ ഏൽപ്പിച്ച് കളക്ഷൻ നടത്തുക എന്നുള്ളത്. അതിനു വേണ്ടിയൊന്നും ആയിരുന്നില്ല എന്നാണ് എൻ്റെ ചിന്ത. അതൊക്കെ ഈ കൂട്ടായ്മകൾക്ക് വേണ്ടിയായിരുന്നു. ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതിനും, വിവാഹം വരുമ്പോൾ പ്രാർത്ഥനാ കൂട്ടക്കാരല്ലേ വന്ന് ഭക്ഷണം ഉണ്ടാക്കിയത്, അലുവയുണ്ടാക്കിയതും മീൻകറി ഉണ്ടാക്കിയതും തലേന്ന് വൈകിട്ടത്തെ ഇറച്ചിക്കറി ഉണ്ടാക്കിയതും ഒക്കെ ഈ പ്രാർത്ഥനാ കൂട്ടക്കാരായിരുന്നു. ഒരു മരണം വന്നാൽ അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് സഹായിക്കുന്നത് പ്രാർത്ഥനാ കൂട്ടക്കാരായിരുന്നു. അതിനുവേണ്ടി വിഭജിച്ച പ്രാർത്ഥനാ കൂട്ടങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളൊക്കെ. ഭദ്രാസന പിരിവിനും മറ്റ് പിരിവുകൾക്കും വേണ്ടി ഭാവിച്ചതല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഇന്നത്തെ പിള്ളേർ വിചാരിക്കും അത് അതിനു വേണ്ടിയാണെന്ന്. അതിനല്ല. അപ്പോൾ അത് കൂട്ടായ്മകളുടെ ഇടങ്ങളായിരുന്നു, പ്രാർത്ഥന കൂട്ടായ്മകളായിരുന്നു. പണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരെ പറഞ്ഞ് വിളിച്ചിരുന്നത് അതാണല്ലോ, എന്താ, കൂട്ടായ്മക്കാർ. നമ്മുടെ കൊട്ടാരക്കരയിലൊക്കെ പറഞ്ഞിരുന്ന വാക്കാണല്ലോ കൂട്ടായ്മക്കാർ പോകുന്നെന്ന് പറയും. കളിയാക്കി പറഞ്ഞിരുന്നതാണ് കൂട്ടായ്മക്കാർ പോകണമെന്ന് പറഞ്ഞ്. കൂട്ടായ്മക്കാരായിരുന്നു. എന്നാൽ ആ കൂട്ടായ്മകൾ നമുക്ക് നഷ്ടപ്പെടുന്നു. അത് നമ്മുടെ ഭക്ഷണക്കൂട്ടമാണ് കൂട്ടായ്മയിലേക്ക് നമ്മെ നയിക്കേണ്ടത്. മുന്നോട്ട് പോകട്ടെ, നിർത്താറായി. 12:10 ആകുമ്പോൾ നിർത്തണം എന്നുള്ളതാണല്ലോ. വിശുദ്ധ കുർബാന ഒന്നുകൂടെ പറഞ്ഞ് നിർത്താം. പ്രത്യാശയുടെ ഭക്ഷണമാണ്. ഈറ്റിംഗ് ടുവേർഡ് ദ ഫ്യൂച്ചർ, യുക്രിസ്റ്റ് ആൻഡ് ഹോപ്പ്. ഇത് ഭക്ഷണം നിത്യതയുടെ ഭക്ഷണമാണ്. കുർബാന പൂർണ്ണതയുടെ ആഹാരമല്ല, ഒരു മുന്നാസ്വാദനമാണ് എന്ന്. യുക്രിസ്റ്റ് ഈസ് ഫോർടേസ്റ്റ്, നോട്ട് ഫുൾഫിൽമെൻറ്റ്. എല്ലാം പൂർണ്ണമായതല്ല. അൺടിൽ ഹി കംസ്, അവൻ വരുവോളം ഇത് കഴിക്കുക എന്ന് പറയുന്നത് ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ ആഹാരം കഴിക്കുന്നതിനാണ്. ഉയർപ്പിൻ്റെ പ്രത്യാശയിലാണ് കുർബാന അർത്ഥവത്താകുന്നത്, അല്ലേ? ഈ ഹോളി കമ്മ്യൂണിയൻ മേക്സ് നോ സെൻസ് അറ്റ് ഓൾ ഇഫ് യു ഡു നോട്ട് ബിലീവ് ഇൻ ദ റിസറക്ഷൻ. ഉയർപ്പിൻ്റെ പ്രത്യാശയില്ലാതെയുള്ള ഒരു ആഹാരവും അത് കുർബാനയല്ല. കുർബാന അർത്ഥവത്താകുന്നത് ഈ ഉയർപ്പിൻ്റെ പ്രത്യാശയിലാണ്. ഉയർപ്പിൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? നാളെ നല്ലത് ഭവിക്കും, അല്ലേ? അത് മാത്രമല്ല,
നാളെ നല്ലത് ഭവിക്കുന്നതിനു വേണ്ടി ഇന്ന് കാത്തിരിക്കുകയല്ല, ഇന്നേ ഒരുങ്ങുകയും ഇന്നേ അതിനു വേണ്ടി പരിശീലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാണ് ഈ നിത്യത എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നാളെ കുറച്ചുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സമയത്തെക്കുറിച്ച് പറയുമ്പോൾ നിത്യത എന്ന് നല്ല നാളെയുടെ പ്രത്യാശ എന്ന് പറയുമ്പോൾ വി ഈറ്റ് ബ്രോക്കൺ ബ്രെഡ് ടുഡേ ഇൻ ഹോപ്പ് ഓഫ് എ ഹീൽഡ് വേൾഡ് ടുമോറോ. നാളെ ഒരു മുറിവുകൾ കെട്ടുന്ന ഒരിടമുണ്ടാകും എന്നുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശയിലല്ലേ നമ്മൾ നിൽക്കുന്നത്? ആ പ്രത്യാശയിലാണ് നമ്മൾ എന്നും കുർബാനയിൽ പങ്കെടുക്കുക. ആ പ്രത്യാശയില്ലെങ്കിൽ ഇതൊരു അർത്ഥവുമല്ല. നാളെയുടെ ആഹാരം എന്ന് പറഞ്ഞാൽ വെറുതെ കാത്തിരിക്കാനുള്ളൊരു ആഹ്വാനമൊന്നുമല്ല. ഇന്ന് തന്നെ, ഞാൻ പറഞ്ഞ പോലെ ഇന്ന് തന്നെ അതിനുവേണ്ടി ഒരുങ്ങുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനും പരിശീലിക്കുന്നതിനുമുള്ള സമയമാണ്. അപ്പോൾ കുർബാന അതിന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. When the church eats the kurbana, it refuses to accept injustice as final. ഇന്നുള്ള പ്രശ്നങ്ങളൊക്കെ അത് ഇന്നല്ല നാളെ മാറിക്കോളും എന്ന് പറഞ്ഞിരിക്കാനല്ല. പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അത് പ്രശ്നങ്ങളാണ് എന്ന് പറയുകയും അതിനെ മാറ്റാനുള്ള പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം ഉൾക്കൊള്ളുകയും തരുന്നതാണ് കുർബാന. എന്ന് വെച്ചാൽ, കുറച്ചുകൂടെ പറഞ്ഞാൽ, കുർബാന അനുഭവിക്കുന്ന ഈ സഭ വിലപിക്കുന്ന സഭയാണ്, വിലാപത്തിൻ്റെ സഭയാണ്. വിലപിക്കുന്ന സഭയ്ക്ക് മാത്രമേ കുർബാന അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ, അനുഷ്ഠിക്കാൻ സാധിക്കും. Only a lamenting church can experience and can celebrate the കുർബാന. നമ്മുടെ പ്രശ്നം വിലാപങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. വിലാപങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രതിഷേധവും ഒരു പ്രതിരോധവും ഒക്കെയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് വിലാപമുണ്ടാകുന്നത്? നമ്മളുടെ അവസ്ഥകൾ അത്ര നന്നല്ല എന്ന് പറയുന്നതാണ്. ഇന്നത്തെ അവസ്ഥ അത്ര നന്നല്ല. അത് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ വിലപിക്കാൻ ഒക്കുകയുള്ളൂ. അധികാരം എപ്പോഴും ഇന്നത്തെ അവസ്ഥകൾ നല്ലതാണ് എന്ന് പറയാൻ ശ്രമിക്കും. എന്നാൽ വിലപിക്കുന്നവർ, കരയുന്നവർ അധികാരത്തിൻ്റെ മുഖത്ത് നോക്കി കണ്ണുനീർ പൊഴിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ അവസ്ഥ നല്ലതല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എന്താണ് വിലാപം? ഇറ്റ്സ് എ പ്രൊട്ടസ്റ്റ് ആൻഡ് ഇറ്റ്സ് എ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ദ പവർ that whitewashes the reality. യാഥാർത്ഥ്യത്തെ വെള്ളപൂശുന്ന അധികാരത്തോട് കണ്ണുനീർ കാണിച്ചുകൊണ്ട് പറയുകയാണ്, നോ, എല്ലാം നല്ലതൊന്നുമല്ല എന്ന് പറയുകയാണ്. അങ്ങനെ പറയുന്ന സഭയ്ക്ക് മാത്രമേ കുർബാന അനുഷ്ഠിക്കാനും അനുഭവിക്കാനും യോഗ്യതയുള്ളൂ, അവകാശമുള്ളൂ. നമ്മുടെ പ്രശ്നം നമ്മൾക്ക് ആ യോഗ്യതകൾ, നമുക്ക് ആ വിലാപങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. വേദപുസ്തകത്തിലെ മനോഹരമായ പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം, കരച്ചിലുകളുടെ പുസ്തകമാണ്. ഇസ്രയേലിനെ ഓർത്ത്, നാടിനെ ഓർത്ത് വിലപിക്കുകയാണ്. വിലപിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വിലപിക്കുക അല്ല കേട്ടോ, ആ നാടിൻ്റെ അവസ്ഥയെ ഓർത്തുള്ള വിലാപമാണ്. കുർബാനയ്ക്കുണ്ടാകേണ്ടത് ഈ വിലാപമാണ്, സഭയ്ക്കുണ്ടാകേണ്ടത് ഈ വിലാപമാണ്. ആ വിലാപത്തിൻ്റെ സമൂഹമാകണം നമ്മൾ. നമുക്ക് മാത്രമേ അങ്ങനെ പറയാം. അങ്ങനെ വിലപിക്കുന്നവർക്ക് മാത്രമേ പുതിയ നാളെയെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മളിന്ന് AI ലോകത്തിലാണല്ലോ അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ AI പല ആളുകളും അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയും. യുവാൽ നോവ ഹരാരി എന്നൊക്കെ പറയുന്ന എഴുത്തുകാരനെ കേട്ടിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. ഹരാരി അല്ലേ, ഹോമോസാപ്പിയൻസ്, ഹോമോഡിയൂൾസ് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ എഴുതിയ ഒരാളാണ്. അദ്ദേഹം ഈ AI ഒത്തിരി എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം AI പക്ഷേ വളരെയധികം ക്രിട്ടിക്കലായി നോക്കിക്കാണുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത്, യു ക്യാൻ ക്രിയേറ്റ് ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യലി, ബട്ട് യു കനോട്ട് ക്രിയേറ്റ് കോൺഷ്യസ്നെസ് ആർട്ടിഫിഷ്യലി. നമുക്ക് നമ്മുടെ ഈ ബുദ്ധി അല്ലെങ്കിൽ ഈ ഇൻ്റലിജൻസിനെ, ബുദ്ധിയെ നിർമ്മിക്കാൻ ഒക്കും, നിർമ്മിത ബുദ്ധി ഒക്കും. പക്ഷേ നമ്മുടെ ബോധത്തെ, നമ്മുടെ ഒരു ഇമോഷൻസിനെ, ദുഃഖത്തെ, വിലാപത്തെ ഒക്കെ സൃഷ്ടിക്കാൻ ആർട്ടിഫിഷ്യലായിട്ട് ഒക്കുമോ? അത് ഒക്കുമെന്ന് അറിയില്ല. ഇനി ഒരു പക്ഷേ വന്നുകൂടാകുകയില്ല. അങ്ങനെ കരയുന്ന റോബോട്ടുകളൊക്കെ വന്നേക്കാം, നമുക്ക് പറയാൻ ഇന്ന് ആസ് ഓഫ് നൗ ഒക്കത്തില്ല എന്ന് വേണേൽ പറയാം. അപ്പോൾ ഒരുപക്ഷെ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ചിന്ത വിത്ത് ഡിവൈൻ കോൺഷ്യസ്നെസ് ആണ്. ഈ കരയാനും ചിരിക്കാനും ഒക്കെയുള്ള ഒരു കോൺഷ്യസ്നെസ്. നിത്യതയെക്കുറിച്ചുള്ള ദർശനത്തോട് ആഹാരത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത് ഈ വിലാപത്തോടുകൂടി പങ്കെടുക്കാനാണ്. കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകം എല്ലാം കൊള്ളത്തില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ അതിൻ്റെ സാധ്യതകളും അതിൻ്റെ അലയൊലികളും ധാരാളമുണ്ട്. ഇന്നുമുണ്ട്. പഴയ കാലമെല്ലാം നല്ലതും ഇന്നത്തെ കാലമെല്ലാം കെട്ട കാലവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ കാലത്തിനും അതിൻ്റേതായ കേടും നന്മയും ഒക്കെയുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്തിൻ്റെ കേടിനെ, കൊള്ളരുതായ്മയെ തിരിച്ചറിയുകയും
അതിനോട് പ്രതികരിക്കുകയും ചെയ്താൽ മാത്രമേ നാളേക്ക് വേണ്ടി പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇന്നെന്താ പ്രശ്നം? ഇന്ന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ നല്ല നാളെ, നല്ല ഭാവി? നല്ല നാളെ, നല്ല ഭാവി എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ പ്രശ്നങ്ങൾ മാറുന്നതാണ്. അപ്പോൾ പ്രശ്നം തിരിച്ചറിയണം. പ്രശ്നങ്ങൾ തിരിച്ചറിയാതെ കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുർബാന നാളെയുടെ ഭക്ഷണമാണ് എന്ന് പറയുമ്പോൾ ഇന്നിൻ്റെ പ്രശ്നങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. വി ഷുഡ് ബി ഏബിൾ ടു ഡിസേൺ ദ പ്രോബ്ലംസ് ഓഫ് അവർ ടൈം. നമ്മുടെ ഇന്നത്തെ കാലത്തിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് കാണാനൊക്കണം. കണ്ടാൽ ആഹാരം, ഒരു കുർബാന ഒരു കൗണ്ടർ, ഒരു വ്യത്യസ്തമായ ഒരു ഇമാജിനേഷൻ നൽകും, അല്ലേ? എവറി മീൽ ഈസ് എ കൗണ്ടർ ഇമാജിനേഷൻ എന്ന് പറയാറുണ്ട്. വ്യത്യസ്തമായ ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നതാണ് കുർബാന. എവറി മീൽ ഈസ് എ കൗണ്ടർ ഇമാജിനേഷൻ. വ്യത്യസ്തമായ ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന മേശയാണ് കുർബാന. ഇന്നത്തെ ഈ ലോകത്തിൻ്റെ നന്മയുണ്ട്, അതിനെ സ്വീകരിക്കണം. എന്നാൽ അതേ സമയത്ത് ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാകണം. അതുകൊണ്ടാണല്ലോ തിരുമേനി ആദ്യമേ പറഞ്ഞത് ഒരു ബിക്കമിങ്, ഒരു ആയിത്തീരൽ ഉണ്ട് എന്ന് പറയുന്നത്. ഈ ആയിത്തീരൽ ഉണ്ടാകുന്നത് ഈ ഒരു ഇമാജിനേഷനിലൂടെയാണ്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ, ഭാവന എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ചിന്തിച്ചു കൂട്ടുക എന്നുള്ളതല്ല. അത് വളരെ പോസിറ്റീവാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രശ്നങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് നാളെയുടെ നന്മയ്ക്കായി സ്വപ്നം കാണുന്നതിനാണ് ഈ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതുണ്ടാകണം. വേദപുസ്തക എഴുത്തുകാർക്ക് മുഴുവൻ ആ ഇമാജിനേഷൻ ഉള്ളവരായിരുന്നു. ക്രിസ്തു ആ ഇമാജിനേഷൻ അതാണ് ദൈവരാജ്യം. ക്രിസ്തുവിൻ്റെ നാളെയെക്കുറിച്ചുള്ള സ്വപ്നമാണ്, ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ്. അതാണല്ലോ ദൈവരാജ്യം. അതൊരു ഇമാജിനേഷൻ. ഇമാജിനേഷൻ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഇത് ഇല്ലാത്ത ലോകത്തിൻ്റെ ഭാവന എന്നുള്ളതല്ല. നാളെ വ്യത്യസ്തമായിരിക്കണം എന്ന സ്വപ്നമാണ്. അതുകൊണ്ട് ഓരോ കുർബാനയും പുതിയ ലോകത്തെക്കുറിച്ച്, വ്യത്യസ്തമായ ലോകത്തെക്കുറിച്ച് സ്വപ്നം പേറുന്ന അനുഭവമാണ്. നമ്മുടെ ഭക്ഷണം, നമ്മൾ ഓരോ ഉരുളയും നമ്മൾ ആഹരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നത് നാളെ പുതിയ ഒരു ലോകം സ്വപ്നം കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് നല്ല നാളെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് എല്ലാം കഴിക്കണമെന്നല്ല. കിട്ടുന്നത് മുഴുവൻ നാളേക്ക് വേണ്ടിയും കൂടെ കഴിച്ച് ഒട്ടകത്തെ പോലെ മുതുകിൽ കൂനുണ്ടാക്കാനല്ല ഉദ്ദേശിച്ചത്. മറിച്ച് ഓരോ ആഹാരവും നമ്മൾ കഴിക്കുമ്പോൾ നാളെയുടെ സ്വപ്നം കൂടെ പേറിയാണ് കഴിക്കുന്നത്, നാളേക്ക് കൂടെ വേണ്ടിയാണ് കഴിക്കുന്നത്. അതാണ് നിത്യതയുടെ ആഹാരം. ഓരോ ആഹാരവും ഇന്ന് നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരവും നിത്യതയുടെ ആഹാരമാണ്. അൾത്താരയിൽ ആരംഭിക്കുന്ന പ്രതീക്ഷയുടെ ആഹാരം അത് നമ്മുടെ അടുക്കളയിലും ഭക്ഷണമേശയിലും ആഹാരമുണ്ടാകണം. ഈ സ്വപ്നം, നാളെയുടെ സ്വപ്നം, നാളെയുടെ വ്യത്യസ്തമായ ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം ഇല്ലാതെ കുർബാന അനുഷ്ഠിച്ചിട്ടോ ചൊല്ലിത്തീർത്തിട്ടോ അനുഭവിച്ചിട്ടോ യാതൊരു കാര്യമില്ല. ഇന്ന് ചൊല്ലിത്തീർക്കേണ്ട ഒന്നല്ല കുർബാന. നാളെയുടെ നല്ല അനുഭവത്തിന് വേണ്ടി ചൊല്ലേണ്ടതാണ്. അതിനുവേണ്ടി കൂടെയാണ് നമ്മൾ ചൊല്ലുന്നത്. ഇന്ന് അത് ചൊല്ലണമെങ്കിൽ ഇന്ന് നമുക്ക് വ്യത്യസ്തമായി ഈ ലോകത്തെക്കുറിച്ചൊരു ചിന്തയുണ്ടാകണം. ഇന്നത്തെ അനുഭവങ്ങളെ തിരിച്ചറിയണം. ഇന്ന് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം, പ്രയത്നിക്കണം, പരിശീലിക്കണം. അതാണ് നിത്യതയുടെ അടയാളം. ഓരോ ആഹാരവും നിത്യതയുടെ അടയാളമാണ്. അതുകൊണ്ട് ഓരോ കുർബാനയും പുതിയ ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം പേറുന്ന അനുഭവമാണ്. ഈ സ്വപ്നമില്ലാതെ കുർബാന ചൊല്ലിത്തീർത്തിട്ടോ ആർത്തിയോടെ ഭക്ഷിച്ചിട്ടോ യാതൊരു ഫലവുമില്ല. കുർബാന ഉയർപ്പിൻ്റെ പ്രത്യാശ നൽകുന്ന അനുഭവമാണ്. നമ്മുടെ കുർബാനകളൊക്കെ അതിന് നമ്മെ സഹായിക്കണം. ഉയർപ്പിൻ്റെ പ്രത്യാശ പേറുന്ന, നല്ല നാളെയുടെ പ്രത്യാശ പേറുന്ന ആഹാരങ്ങൾ കഴിക്കുവാൻ, വിശാലമായ ഭക്ഷണമേശകളാക്കി മാറുവാൻ, ചേർത്ത് പിടിക്കുന്ന ഭക്ഷണമേശകളായി മാറുവാൻ നമുക്ക് സാധിക്കണം. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, വർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ചേർത്ത് പിടിക്കുന്ന ഒരിടമായി നമ്മുടെ ഭക്ഷണക്കൂട്ടായ്മകൾ മാറും. അതുകൊണ്ട് ഓരോ കുർബാനയും നമ്മുടെ ഭക്ഷണത്തെ കുറച്ചുകൂടെ വിശാലമാക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ്. കുറച്ചുകൂടെ വിശാലമായി കാണാൻ, ഭക്ഷണത്തെ കുറച്ചുകൂടെ ഒരു സൗന്ദര്യത്തോടെ ഭക്ഷണത്തിന് മുമ്പിൽ വരാൻ, വെറുതെ വലിച്ചു വാരി തിന്നാനല്ല. കുറച്ചുകൂടെ സൗന്ദര്യത്തോടെ ഭക്ഷണത്തെ കാണണം, കുറച്ചുകൂടെ അർത്ഥവത്തായി ഭക്ഷണത്തെ, ഓരോ ഭക്ഷണത്തിലെത്തുമ്പോഴും കുറച്ചുകൂടി ഒരു നന്ദിയോടുകൂടി ഭക്ഷണത്തെ കാണണം, അല്ലേ? അപ്പോഴാണ് ഭക്ഷണം വ്യത്യസ്തമാകുന്നത്, കുർബാന വ്യത്യസ്തമാകുന്നത്. അങ്ങനെ നല്ല വ്യത്യസ്തയുള്ള ലോകത്തെ സ്വപ്നം കാണുവാൻ, ഉൾക്കൊള്ളലിൻ്റെ, ഒരുമയുടെ ഭക്ഷണം കഴിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.